ഇപ്പോൾ ലാസ്റ്റ് ക്ലാസ് നമ്മൾ ടൈലറും ഫയോളിൻ്റെ തിയറീസ് എല്ലാം പഠിച്ചു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫങ്ഷൻസ് ഓഫ് മാനേജ്മെന്റ്. ഓക്കെ, ഇതിന് മെയിൻലി ഒരു 6 സബ് ഹെഡിങ് അണ്ടർലൈറ്റ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു, അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്തിരിക്കുന്നു. പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിംഗ്, ഡയറക്ടിങ്, കൺട്രോളിങ്, ഡിസിഷൻ മേക്കിംഗ്. ഇതിൻ്റെ അകത്ത് ആദ്യത്തെ നമുക്ക് നോക്കാം, പ്ലാനിങ്. പ്ലാനിങ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി വാട്ട് ടു ഡു, വെൻ ടു ഡു, ഹൂ ടു ഡു, ഹൗ ടു ഡു. അതായത് എന്താണ് ചെയ്യേണ്ടത്, എപ്പോഴാണ് ചെയ്യേണ്ടത്, ആരാണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇതാണ് നമ്മൾ പ്ലാനിങ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഒരു ഇൻഡെപ്ത് അനാലിസിസ് ആണ് പ്ലാനിങ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് ഇപ്പോൾ പലതരത്തിലുള്ള പ്ലാനുകളുണ്ട്. ഷോർട്ട് പ്ലാൻ, മീഡിയം പ്ലാൻ, സ്റ്റാൻഡിംഗ് പ്ലാൻ, സിംഗിൾ യൂസ് പ്ലാൻ, സ്ട്രാറ്റജിക് പ്ലാൻ, അഡ്മിനിസ്ട്രേറ്റീവ് പ്ലാൻ, ഓപ്പറേഷൻ പ്ലാൻ. ഷോർട്ട് പ്ലാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പനീൻ്റെ ചെറിയ പ്ലാനുകളെ, അതായത് ഒരു വർഷത്തിൽ താഴെ ഡ്യൂറേഷനുള്ള കാര്യങ്ങളെ പ്ലാൻ ചെയ്യുന്നതിനാണ് നമ്മൾ ഷോർട്ട് പ്ലാൻ എന്ന് പറയുന്നത്. അതിപ്പോൾ ഒരു ദിവസമാവാം, ഒരാഴ്ചയാവാം, ഒരു മാസമാവാം, ഒരു വർഷം വരെ ആവാം. ഉദാഹരണത്തിന് കമ്പനീൻ്റെ റിസോഴ്സുകൾ അലോട്ട് ചെയ്യുന്നു. ഓക്കെ, ഒരു വർഷത്തേക്ക് നമ്മുടെ കമ്പനീൻ്റെ റിസോഴ്സുകൾ, ഒരു വർഷം അല്ലെ അതിന് കുറവോ, കമ്പനീൻ്റെ ഓരോ ഡിപ്പാർട്ട്മെന്റിലേക്ക് അലോട്ട് ചെയ്തിരിക്കുന്ന റിസോഴ്സുകളുടെ പ്ലാൻ, അത് ഷോർട്ട് പ്ലാനിൻ്റെ അകത്ത് വരുന്ന. മീഡിയം പ്ലാൻ എന്ന് പറഞ്ഞാൽ 1 വർഷം മുതൽ 5 വർഷം വരെയുള്ള പ്ലാനുകൾ. ഫോർ എക്സാമ്പിൾ, നമ്മൾ അടുത്ത ഒരു 3 വർഷത്തേക്ക് വേറൊരു കമ്പനിയായിട്ട് കോൺട്രാക്ട് സൈൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതായത് അവരെടുത്തിനായിരിക്കും നമ്മൾ റിസോഴ്സ് പർച്ചേസ് ചെയ്യുക. ഓക്കെ, അതൊക്കെ മീഡിയം പ്ലാൻസിനകത്ത് വരുന്ന കാര്യങ്ങളാണ്. പർച്ചേസിങ്. ഇപ്പോൾ സ്റ്റാൻഡിങ് പ്ലാൻസ് എന്ന് പറഞ്ഞാൽ അതുപോലെ ചില പ്ലാനുകൾ നമ്മൾ വീണ്ടും 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 റെപ്പിറ്റേറ്റീവ് ആയിട്ട് യൂസ് ചെയ്യേണ്ടി വരും. ആ പ്ലാനുകൾ സ്റ്റാൻഡിങ് പ്ലാൻസ് എന്ന് പറഞ്ഞു. ഫോർ എക്സാമ്പിൾ, കമ്പനീൻ്റെ പോളിസി എന്ന് പറഞ്ഞാൽ എന്താ, കമ്പനി സ്മൂത്ത് ആയിട്ട് പോകാൻ വേണ്ടിയിട്ട് കുറച്ച് ഗൈഡ് ലൈൻസ് ഉണ്ടാവും. നമ്മളത് ഫോളോ ചെയ്യേണ്ടതായിട്ടുണ്ട് പല കാര്യങ്ങളും ചെയ്യുമ്പോൾ. ഓക്കെ, ആ പോളിസികൾ നമ്മൾ ഏത് കമ്പനീൻ്റെ കൂടെയും ബിസിനസ് ചെയ്യുമ്പോൾ ആ പോളിസികൾ നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ടാവും. അതേ പോളിസി ആയിരിക്കും വീണ്ടും വീണ്ടും ഫോളോ ചെയ്യുന്നത്. ഇപ്പോൾ ഒരു കമ്പനി എ എന്ന് പറഞ്ഞ ഒരു കമ്പനീൻ്റെ കൂടെ നമ്മൾ ബിസിനസ് ചെയ്യുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന നമ്മൾ ഫോളോ ചെയ്യുന്ന ഒരു പ്രത്യേക പോളിസി ആയിരിക്കും. അതേ പോളിസി തന്നെയായിരിക്കും നമ്മൾ ബി എന്ന് പറഞ്ഞ കമ്പനീൻ്റെ കൂടെ ബിസിനസ് ചെയ്യുമ്പോൾ യൂസ് ചെയ്യുന്നത്. ചിലപ്പോൾ സിന്റെ കൂടെ ബിസിനസ് ചെയ്യുമ്പോൾ നമ്മൾ സെയിം പോളിസി തന്നെയായിരിക്കും ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് സെയിം പോളിസി വീണ്ടും 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 നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്, അല്ലെ സെയിം പോളിസി, പ്രൊസീജിയർ, റെഗുലേഷൻസ് എല്ലാം. അപ്പോൾ പോളിസിയും പ്രൊസീജിയർ റെഗുലേഷൻ എല്ലാം, കമ്പനീൻ്റെ പോളിസി, പ്രൊസീജിയർ, റെഗുലേഷൻ എല്ലാം ബേസിക്കലി സ്റ്റാൻഡിംഗ് പ്ലാൻസിനകത്ത് വരുന്ന വീണ്ടും 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 ഉപയോഗിക്കപ്പെടുന്ന സാധനങ്ങളാണ്. അടുത്ത സിംഗിൾ യൂസ് പ്ലാൻ. ബഡ്ജറ്റ് അലോക്കേഷൻ, പ്രൊജക്ട് ഷെഡ്യൂൾ, ഇതെല്ലാം സിംഗിൾ യൂസ് പ്ലാനിൻ്റെ അകത്ത് വരുന്നതാണ്. അതായത് ഇപ്പോൾ ഒരു കസ്റ്റമർ നമ്മുടെ അടുത്ത് വന്ന് പറയുന്നു, എനിക്കൊരു 5000 സോപ്പുകൾ വേണം. ഇപ്പോൾ ഒരു സോപ്പിൻ്റെ ഇൻഡസ്ട്രി ആണെങ്കിൽ എനിക്കൊരു 5000 സോപ്പ് വേണം. അങ്ങനെ ഒരു പ്രൊജക്ട് അയാൾ മുമ്പിൽ വെക്കുന്നു. അപ്പോൾ ആ പ്രൊജക്റ്റിന് നമ്മൾ ഷെഡ്യൂൾ ചെയ്യുമ്പോൾ അയാൾ ചിലപ്പോൾ ഒരാഴ്ചൻ്റെ ഉള്ളിലായിരിക്കും ചോദിച്ചത്. ഇപ്പോൾ ഒരു വൺ ഡേയും കൊണ്ട് എത്ര എണ്ണം കംപ്ലീറ്റ് ചെയ്യണം, 3 ഡേയ്സിനോട് എത്ര കംപ്ലീറ്റ് ചെയ്യണം, അതിൻ്റെ ആ 5000 സോപ്പിന് എത്ര പ്രൈസ് കോട്ട് ചെയ്യണം, അത് എങ്ങനെ ഡെലിവർ ചെയ്യണം, അങ്ങനെ ആ പ്രൊജക്ട് റിലേറ്റഡ് ആയിട്ടുള്ള കംപ്ലീറ്റ് നമ്മൾ ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ടാവും, എങ്ങനെയാണ് കാര്യങ്ങൾ ചെയ്യേണ്ടതെന്നില്ല. ആരായിരിക്കും ആ പ്രൊജക്ടിൻ്റെ ലീഡർ, അല്ലെങ്കിൽ ആ പ്രൊജക്ടിനകത്ത് എത്ര ആൾക്കാരെ നമ്മൾ ഇൻക്ലൂഡ് ഇടണം, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം. അപ്പോൾ അത് ഒരു പ്രാവശ്യം യൂസ് ചെയ്തിട്ടുണ്ടാവും. ചിലപ്പോൾ അടുത്ത പ്രാവശ്യം വേറൊരു കസ്റ്റമർ വരുമ്പോൾ അയാൾ ചിലപ്പോൾ 5000 ആയിരിക്കില്ല ചോദിക്കുന്നത്, അയാൾ 10,000 ആയിരിക്കും. അപ്പോൾ അതിൻ്റെ അകത്ത് കംപ്ലീറ്റ് കാര്യങ്ങളും മാറും. അപ്പോൾ ഇതെല്ലാം സിംഗിൾ യൂസ് പ്ലാനിൻ്റെ അകത്ത് വരുന്ന കാര്യങ്ങളാണ്. അടുത്ത സ്ട്രാറ്റജിക് പ്ലാൻ. സ്ട്രാറ്റജിക് പ്ലാൻ എന്ന് പറഞ്ഞാൽ കമ്പനീൻ്റെ വിഷൻ, ലോങ് ടേം വിഷൻ ഡിസ്ക്രൈബ് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇപ്പോൾ 10 വർഷം കഴിയുമ്പോൾ എൻ്റെ കമ്പനി കണ്ണൂരിലെ നമ്പർ 1 കമ്പനി ആയിരിക്കണം എന്ന് എൻ്റെ കമ്പനീൻ്റെ വിഷൻ ആണെങ്കിൽ, അതിൻ്റെ കാര്യങ്ങളെല്ലാം അതെങ്ങനെ ചെയ്യും, നമ്മൾ അത് എത്ര വർഷം കൊണ്ട് നമ്മൾ ഇത്ര യൂണിറ്റ്സ്, ഇത്ര ബ്രാഞ്ചുകൾ നമ്മൾ തുറക്കുന്നതായിരിക്കും, അതിൻ്റെ അകത്ത് ഇത്ര എംപ്ലോയീസിനെ നമ്മൾ വെക്കുന്നതായിരിക്കും, അതിൻ്റെ അകത്ത് നമ്മൾ ഇത്ര പ്രൊഡക്ട്സ് പെർ ഡേ നമ്മൾ പുറത്തിറക്കുന്നതായിരിക്കും. അങ്ങനെ കുറേ സ്ട്രാറ്റജിക് പ്ലാൻസ് ഉണ്ടാവും കമ്പനീൻ്റെ. അതെല്ലാം ബേസിക്കലി സ്ട്രാറ്റജിക് പ്ലാനിൻ്റെ അകത്ത് വരുന്ന ആ ലോങ് ടേം വിഷൻ്റെ കാര്യങ്ങൾ. അടുത്ത അഡ്മിനിസ്ട്രേറ്റീവ്. ഒരു കമ്പനീൻ്റെ അകത്ത് തന്നെ ഒന്നിൽ കൂടുതൽ യൂണിറ്റുകളും ഡിപ്പാർട്ട്മെന്റുകളും എല്ലാം ഉണ്ടാവും. അവർ ഓരോ ഡിപ്പാർട്ട്മെന്റിനും റിസോഴ്സുകളെ അലോട്ട് ചെയ്ത് കൊടുക്കുന്നതെല്ലാം ബേസിക്കലി അഡ്മിനിസ്ട്രേറ്റീവ് പ്ലാനിൻ്റെ അകത്ത് വരുന്നതാണ്. ഓക്കെ, ഓപ്പറേഷൻസ് പ്ലാൻ. ഓപ്പറേഷൻ പ്ലാൻ എന്ന് പറഞ്ഞാൽ ഓരോ ദിവസവും വർക്ക് എങ്ങനെ നടക്കണം, അതിൻ്റെ പ്ലാനിങ് എല്ലാം തന്നെ ഓപ്പറേഷൻ പ്ലാൻസിന്റെ ഭാഗമായിട്ട് വരുന്നതാണ്. ഓരോ ദിവസം എത്ര യൂണിറ്റ് പ്രോഡക്റ്റ് ഉണ്ടാക്കണം, എത്ര മണി തൊട്ട് എത്ര മണി വരെ വർക്ക് ചെയ്യണം, ഇന്റർവൽ എപ്പോഴായിരിക്കണം, പിന്നെ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം. ഓക്കെ, എക്സ്ട്രാ ടൈം എത്ര മണി തൊട്ടിട്ട് എത്ര മണി വരെ ആയിരിക്കണം, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം.
അടുത്ത് സ്റ്റെപ്സ് ഇൻ പ്ലാനിങ്ങിൻ്റെ അകത്തുള്ള വേരിയസ് സ്റ്റെപ്പുകളെ കുറിച്ച് നോക്കാം. കളക്ടിങ് ഇൻഫർമേഷൻ. കളക്ടിങ് ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ സപ്പോസ് ഒരു സോപ്പിൻ്റെ ഇൻഡസ്ട്രി ആണെങ്കിൽ ആ സോപ്പിൻ്റെ ഇൻഡസ്ട്രിയിൽ നമ്മൾ സോപ്പ് ഉണ്ടാക്കാൻ പോകുന്നു. അതുമായിട്ട് അനുബന്ധമായിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും കളക്ട് ചെയ്യുക. നമ്മൾ എവിടെ നിന്നായിരിക്കും സോപ്പ് ഉണ്ടാക്കാനുള്ള കെമിക്കൽസ് കളക്ട് ചെയ്യുന്നത്, എങ്ങനെയായിരിക്കും അത് ട്രാൻസ്പോർട്ട് ചെയ്ത് കൊണ്ടുവരാൻ പോകുന്നത്, എത്ര മണിക്ക് വർക്ക് തുടങ്ങും, എത്ര വർക്കേഴ്സ് വേണ്ടി വരും, എത്ര ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് നമ്മളെ മൊത്തം കമ്പനീനെ ഡിവൈഡ് ചെയ്യും, ആ ഓരോ ഡിപ്പാർട്ട്മെന്റിൽ ആർക്കായിരിക്കും അതോറിറ്റി കൊടുക്കുക, ഇനി എത്ര സോപ്പ് നമ്മൾ ഒരു ദിവസം പ്രൊഡ്യൂസ് ചെയ്യും, പാക്കേജിങ് യൂണിറ്റിൽ അത് പാക്ക് ചെയ്യിപ്പിക്കണം, പിന്നെ അത് മാർക്കറ്റിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യണം, മാർക്കറ്റിൽ ഏതൊക്കെ സ്റ്റോളുകൾ നമ്മൾ കൊടുക്കും, അല്ലെങ്കിൽ ഏതൊക്കെ സ്റ്റോളുകൾ നമ്മൾ ഇടും, എത്ര സ്റ്റോളുകൾ നമ്മൾ ഇടും, ഏത് മാർക്കറ്റിലായിരിക്കും സെയിൽ ചെയ്യുന്നത്, കംപ്ലീറ്റ് ഇൻഫർമേഷൻ ഗ്യാദർ ചെയ്യുക. ലേയിങ് ഡൗൺ ഒബ്ജക്റ്റീവ്സ്. കുറെ ഒബ്ജക്റ്റീവ് ഉണ്ടാക്കുക. ഓക്കെ, അതായത് ഒരു ദിവസം ഇത്ര സോപ്പുകൾ നമ്മൾ ഇറക്കണം മാർക്കറ്റിൽ, ഒബ്ജക്റ്റീവ്. ഒരു ദിവസം ഇത്ര മണി തൊട്ട് ഇത്ര മണി വരെ വർക്ക് ഉണ്ടാവും, ഒബ്ജക്റ്റീവ്. ഒരു ദിവസം നമ്മൾ ഇത്ര വണ്ടികൾ നമ്മൾ ട്രാൻസ്പോർട്ടേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യും. അങ്ങനെ കുറേ ഒബ്ജക്റ്റീവ്സ് നമ്മൾ സെറ്റ് ചെയ്യണം. ഓക്കെ, അതാണ്. അങ്ങനെ ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്ത് അതുവഴിയേ നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റും. ഡെവലപ്പിംഗ് പ്രമീസസ് എന്ന് പറഞ്ഞാൽ ലാൻഡ് ആൻഡ് സ്ട്രക്ചേഴ്സ് ബിൽഡ് ഓൺ ഇറ്റ്. നമ്മൾ എവിടെയായിരിക്കും നമ്മളെ കമ്പനി സെറ്റപ്പ് ചെയ്യുന്നത്, അവിടെ എത്ര നിലയുള്ള കമ്പനി ആയിരിക്കും ഉണ്ടാക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ ഇൻഡസ്ട്രി ആയിരിക്കും ഉണ്ടാക്കാൻ പോകുന്നത്, അതിൻ്റെ അകത്ത് എത്ര റൂം വേണം, എവിടെയായിരിക്കും ഇപ്പോൾ സോപ്പാണെങ്കിൽ സോപ്പിന്റെ ഫാക്ടറി ആണെങ്കിൽ എവിടെയായിരിക്കും സോപ്പ് മാനുഫാക്ചറിങ് നടക്കുന്നത്, എവിടെയായിരിക്കണം, ഏത് റൂമിലായിരിക്കണം പാക്കേജിങ് നടക്കുന്നത്, അപ്പോൾ എങ്ങനെയായിരിക്കും ട്രാൻസ്പോർട്ട്, അങ്ങനെ അത് റിലേറ്റഡ് ആയിട്ടുള്ള റാൻഡും അതിന്റെ സ്ട്രക്ചേഴ്സും ഇൻഫ്രാസ്ട്രക്ചേഴ്സും റിലേറ്റഡ് ആയിട്ടുള്ളതാണ് ഡെവലപ്പിംഗ് പ്രമീസസ് എന്ന് പറഞ്ഞാൽ. അടുത്ത എക്സാമിനിങ് ഓൾട്ടർനേറ്റീവ് കോഴ്സ് ഓഫ് ആക്ഷൻ. ഓൾട്ടർനേറ്റീവ് കോഴ്സ് ഓഫ് ആക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ നമ്മൾ കാര്യങ്ങളെല്ലാം പ്ലാൻ ചെയ്തു, അത് നടന്നില്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു വഴി നമ്മൾ കണ്ടെത്തണം എപ്പോഴും. കാരണം അത് ചെയ്തില്ലെങ്കിൽ ചിലപ്പോൾ കമ്പനിക്ക് ഹ്യൂജ് ലോസ് ഉണ്ടായെന്ന് വരാം. ഫോർ എക്സാമ്പിൾ, നമ്മൾ പ്രോഡക്റ്റ് എല്ലാം ഒരു ദിവസം ഉണ്ടാക്കി. ഓക്കെ, സപ്പോസ് അതൊരു ബ്രെഡിന്റെ ഫാക്ടറി ആണെന്ന് വിചാരിക്കാം. ബ്രെഡ് എല്ലാം നമ്മൾ ഉണ്ടാക്കി, പക്ഷെ ട്രാൻസ്പോർട്ടേഷന് വേണ്ടിയിട്ട് വെഹിക്കിള് നമ്മൾ അറേഞ്ച് ചെയ്തത് വർക്ക് ചെയ്തില്ല, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഒരു വെഹിക്കിളിന് ഒരു ബ്രേക്ക് ഡൗണോ വേറെ വല്ലതും സംഭവിച്ചു. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഡെസ്റ്റിനേഷൻ നമ്മളെ ഈ സംഭവങ്ങൾ എത്തിച്ചില്ലെങ്കിൽ ചിലപ്പോൾ ഡാമേജ് ആയി പോകും, ഹ്യൂജ് ലോസ് ഉണ്ടായെന്ന് വരാം. അപ്പൊ അതിനൊരു ഓൾട്ടർനേറ്റീവ് കോഴ്സ് നമ്മൾ കണ്ടുപിടിക്കണം. ഈ വണ്ടി ഡാമേജ് ആയി കഴിഞ്ഞാൽ അതിന്റെ പകരം വണ്ടി ഇവിടെ നിന്ന് എത്തിച്ചു കൊടുക്കണം, അവർക്ക് കൊണ്ടുപോകാൻ പറ്റണം. എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞത്. അടുത്ത ഇവാലുവേഷൻ ഓഫ് വർക്ക് നടക്കുന്നത് മര്യാദയ്ക്കാണോ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ, അതിൽ വേറെ എന്തെങ്കിലും പരിഹരിക്കാനായിട്ടുണ്ടോ, എങ്ങനെ പരിഹരിക്കും, അതെല്ലാം ഇവാലുവേറ്റ് ചെയ്യുന്നത്. ഇവാലുവേഷൻ ആൻഡ് റിവ്യൂ ബേസിക്കലി പറയാം. ഇംപ്ലിമെന്റേഷൻ ഓഫ് പ്ലാൻസ്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ പ്ലാൻ ചെയ്തു, ഇത്രയും കാര്യങ്ങൾ നമ്മളെ പേപ്പർ വർക്ക് ആയിരുന്നു, അല്ലെങ്കിൽ നമ്മളെ മൈൻഡ് വർക്ക് ആയിരുന്നു. ഇനി അത് ഇംപ്ലിമെന്റ് ചെയ്യുക, നടപ്പിലാക്കുക. ഇതാണ് നമ്മളെ പ്ലാനിങ്ങിന്റെ ഭാഗമായിട്ട് വരുന്നത്. അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഓർഗനൈസിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഒബ്ജക്റ്റീവ്സ്, നമ്മളെ കുറെ ഒബ്ജക്റ്റീവ്സ് ലേ ഔട്ട് ചെയ്തിരിക്കുന്നല്ലോ, ആ ഒബ്ജക്റ്റീവ്സ് എല്ലാം നടക്കണം. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, നമ്മളെ വർക്കിന് നമ്മൾ കുറെ ഗ്രൂപ്പ് ആയിട്ട് അങ്ങ് വർക്ക് ആദ്യം ഐഡന്റിഫൈ ചെയ്യണം. എന്താണ് നമ്മളെ വർക്ക്, കൃത്യമായിട്ടുള്ള ഒരു കാഴ്ചപ്പാട് വേണം. എന്നിട്ട് അതിനെ കുറെ ഗ്രൂപ്പ് ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നു. ആ ഗ്രൂപ്പിൽ ഓരോ ആൾക്കാർക്കും നമ്മൾ റെസ്പോൺസിബിലിറ്റി കൊടുക്കുന്നു. ആ ഒരു ഗ്രൂപ്പിന് മൊത്തത്തിൽ നോക്കാൻ ഒരാൾക്ക് അതോറിറ്റി കൊടുക്കുന്നു. ഓക്കെ, അപ്പൊ ഇങ്ങനെയൊക്കെ ചെയ്ത് നമ്മളെ വർക്ക് നടപ്പിലാക്കുക, അതാണ് ഓർഗനൈസിങ് വർക്ക്. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ നമ്മളൊരു ജ്വല്ലറി മേക്കിംഗ് ഇൻഡസ്ട്രി ആണെങ്കിൽ, ഒരു ഷോപ്പാണെന്ന് വിചാരിച്ചു. അപ്പൊ അവിടെയാണെങ്കിൽ ആ കംപ്ലീറ്റ് പ്രോസസ് ഓഫ് ജ്വല്ലറി മേക്കിംഗ് നമ്മൾ കുറെ ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യേണ്ടിയിരിക്കുന്നു. ഫോർ എക്സാമ്പിൾ, ഒരു യൂണിറ്റ് എന്താ പറയാ, ഇതിന്റെ കറസ്പോണ്ടിങ് ഗോൾഡും മറ്റേ കെമിക്കൽസ് എല്ലാം പ്രോസസ് ചെയ്യാനുള്ള കെമിക്കൽസ് എല്ലാം കളക്ട് ചെയ്ത് കൊണ്ടുവന്നു, മറ്റേത് പ്രോസസ് ചെയ്യുന്നു, മറ്റേ യൂണിറ്റ് പ്രോസസ് ചെയ്യുന്നു, വേറെ യൂണിറ്റ് ഡിസൈനിങ് വർക്ക് ആയിരിക്കും, ഗോൾഡിന്റെ ഡിസൈൻ. വേറെ ഒരു യൂണിറ്റ് എന്ന് പറഞ്ഞാൽ അതിന്റെ എന്താ പറയാ, സെയിൽ സെക്ഷനിലായിരിക്കും, സെയിൽ ഹാൻഡിൽ ചെയ്യുന്നതായിരിക്കും. വേറെ യൂണിറ്റ് അതിന്റെ ക്യാഷ് ഹാൻഡിൽ ചെയ്യുന്നതായിരിക്കും. വേറെ ഒരു യൂണിറ്റ് അതിന്റെ മാർക്കറ്റിംഗ് അല്ലെ അഡ്വർടൈസ്മെന്റ് ഹാൻഡിൽ ചെയ്യുന്നതായിരിക്കും. അങ്ങനെ പല പല യൂണിറ്റുകൾ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ നമ്മളെ ഈ ഓരോ യൂണിറ്റിൽ ഇപ്പോൾ സെയിൽസ് സെക്ഷനിലാണ് കുറെ ആൾക്കാരെ നിർത്തണം, അവരതിന്റെ വർക്ക് നോക്കുന്നുണ്ടോ നോക്കണം. എന്നിട്ട് അവരുടെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടിയിട്ട് ഒരാൾക്ക് അതോറിറ്റി കൊടുക്കണം. അങ്ങനെ എല്ലാം നമ്മളെ കംപ്ലീറ്റ് വർക്കിനെ ഐഡന്റിഫൈ ചെയ്യുക, പല പല ഗ്രൂപ്പായി മാറ്റുക, ഓരോ ഗ്രൂപ്പിലും ഓരോരുത്തർക്കും റെസ്പോൺസിബിലിറ്റി കൊടുക്കുക, അത് നോക്കാൻ വേണ്ടിയിട്ട് ഒരാൾക്ക് അതോറിറ്റി കൊടുക്കുക.
ഓക്കെ. എന്നിട്ട് ഇത് മര്യാദയ്ക്ക് വർക്ക് നമ്മൾ അല്ലെ ഒബ്ജക്റ്റീവ് ഫുൾഫിൽ ചെയ്യുക. അതിനെ നമ്മൾ ഓർഗനൈസിങ് എന്ന് പറയുന്നത്. ഫങ്ഷൻസ് എന്തൊക്കെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറേഞ്ച്, കോർഡിനേറ്റ്, ഡയറക്റ്റ്, കൺട്രോൾ. ഓക്കെ. അറേഞ്ച് ചെയ്യുക എല്ലാ കാര്യങ്ങളും, കോർഡിനേറ്റ് ചെയ്യുക. പല പല ഡിപ്പാർട്ട്മെന്റ് ഉണ്ടെങ്കിൽ ഓരോ ഡിപ്പാർട്ട്മെന്റ് തമ്മിൽ നല്ല കോർഡിനേഷൻ വേണം. ഓരോ ഡിപ്പാർട്ട്മെന്റ് ഉള്ളിലെ ആൾക്കാർ തമ്മിൽ കോർഡിനേഷൻ വേണം. ഡയറക്റ്റ്, ഇപ്പൊ എന്തെങ്കിലും ഒരു കാര്യം ശരിയായിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ സബോർഡിനേഷനെ കൊണ്ട് നമുക്ക് എന്തെങ്കിലും വർക്ക് ചെയ്യിപ്പിക്കാൻ ഡയറക്റ്റ് ചെയ്യണം അവർ ആ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഡയറക്റ്റ് ചെയ്തിട്ട് എന്നാലേ കമ്പനീന്റെ ഗോൾ അച്ചീവ് ചെയ്യാൻ പറ്റും. ഓക്കെ. കൺട്രോൾ ചെയ്യുക. മെൻ, മെറ്റീരിയൽ, മെഷീൻ, മണി, 4 സാധനത്തിനും കൺട്രോൾ ചെയ്യാം. ഒരു ഇൻഡസ്ട്രി ആകുമ്പോൾ കുറെ ആൾക്കാരുണ്ടാവും. ഓരോ ആൾക്കാർക്കും റെസ്പോൺസിബിലിറ്റി കൊടുക്കണം. അവരെ എവിടെയെങ്കിലും ആള് കുറവുണ്ടോ നോക്കണം. എവിടെ കുറവുണ്ടെങ്കിൽ അത് ഫുൾഫിൽ ചെയ്യണം. ഇനി കൂടുതൽ ഉണ്ടെങ്കിൽ അയാളെ വേറെ ഡിപ്പാർട്ട്മെന്റിലേക്ക്, വേറെ സെക്ഷനിലേക്ക് മാറ്റണം. അപ്പോൾ പിന്നെ മെറ്റീരിയൽ, അതേപോലെ എന്ത് സാധനമാണ് നമ്മൾ പ്രൊഡക്റ്റ് ഇറക്കാൻ പോകുന്നത് അതിനാവശ്യമായ മെറ്റീരിയൽസ് അവൈലബിൾ ആക്കണം. അത് കൺട്രോൾ ചെയ്യണം. അത് തീരുന്നതിന് മുമ്പ് അടുത്ത ഇൻസ്റ്റാൾമെന്റ് എത്തണം. മെഷീൻസ് അതേപോലെ തന്നെ നമ്മൾ നോക്കണം. മെഷീൻ, ഒരു ഇൻഡസ്ട്രിയിൽ പലതരത്തിലുള്ള മെഷീൻ നമുക്ക് വേണ്ടി വരും കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ ആ മെഷീനുകളെല്ലാം ഉണ്ടോ, ഇല്ലെങ്കിൽ എവിടുന്ന് മേടിക്കും, എത്ര എണ്ണം മേടിക്കും, അതെല്ലാം നമ്മൾ കൺട്രോൾ ചെയ്യണം. മണി, അഫ്കോഴ്സ് ഇതെല്ലാം കൺട്രോൾ ചെയ്യുന്ന മണീന്റെ ബേസിസിലായിരിക്കും. അപ്പം ഓരോ ഡിപ്പാർട്ട്മെന്റിൽ എത്ര ക്യാഷ് ചെലവാകും, എത്ര ആൾക്കാർക്ക് റെമ്യൂണറേഷൻ എത്ര കൊടുക്കേണ്ടി വരും, ഇൻസെന്റീവ് എത്ര കൊടുക്കേണ്ടി വരും, റിസോഴ്സിന്റെ കാശ് എത്ര വേണ്ടി വരും, ഇതെല്ലാം മണീൻ്റെ അകത്ത് വരുന്നത്. ഇതെല്ലാം ഓർഗനൈസ് ചെയ്യുക. അതെല്ലാം ഓർഗനൈസിന്റെ ഫങ്ഷൻസിനകത്ത് വരുന്നതാണ്. അടുത്ത സ്റ്റെപ്സ് ഇൻ ഓർഗനൈസിങ്. സ്റ്റെപ്സ് എന്ന് പറഞ്ഞാൽ വർക്ക് ഐഡന്റിഫൈ ചെയ്യുക, ഒരേപോലത്തെ വർക്കുകളെ ഗ്രൂപ്പ് ചെയ്യുക, ഓരോ ആൾക്കാർക്കും വർക്ക് അലോട്ട് ചെയ്യുക, പിന്നെ ആ ഗ്രൂപ്പിലുള്ള ഒരാൾക്ക് അതോറിറ്റി കൊടുക്കുക. അതോറിറ്റി എന്ന് പറഞ്ഞാൽ തീരുമാനങ്ങൾ എടുക്കാൻ, കൺട്രോൾ ചെയ്യാനുള്ള കഴിവ്. പിന്നെ ഓരോ ഡിപ്പാർട്ട്മെന്റ് തമ്മിൽ നല്ല കോർഡിനേഷനും നടപ്പിലാക്കുക. ഇതെല്ലാം സ്റ്റെപ്സ് ഇൻ ഓർഗനൈസിംഗിൻ്റെ അകത്ത് വരുന്നതാണ്. അടുത്ത് സ്റ്റാഫിംഗ്. സ്റ്റാഫിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളെ ഈ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഏത് ഇൻഡസ്ട്രിയാണ് മെൻ അല്ലെങ്കിൽ മാൻ പവർ വേണം, ആൾക്കാർ വേണം. അപ്പൊ ഒരു സ്ഥലത്തും ആൾക്കാർ കുറഞ്ഞു പോകാൻ പാടില്ല, കൂടുതലാവാനും പാടില്ല. അപ്പൊ നമുക്ക് എത്ര ആൾക്കാരെ വേണം, ഓക്കെ, ഓരോ ഡിപ്പാർട്ട്മെന്റിൽ എത്ര ആൾക്കാർ വേണം, അവരെങ്ങനത്തെ ആൾക്കാരായിരിക്കണം, ഓക്കെ. അപ്പൊ അങ്ങനത്തെ അതുമായിട്ട് ഡീൽ ചെയ്യുന്ന സ്റ്റാഫിംഗ്, റിക്രൂട്ട്മെന്റ്, സെലക്ടിങ്, ട്രെയിനിങ്, ഇതെല്ലാം സ്റ്റാഫിംഗിന്റെ അകത്ത് വരുന്നതാണ്. കാരണം നമ്മുടെ കമ്പനിക്ക് ഒരു ഗോൾ ഉണ്ടാവും. ഇപ്പോൾ ഒരു ദിവസം ഒരു ഷൂ ഫാക്ടറി ആണെങ്കിൽ സപ്പോസ് ഒരു 1000 ഷൂസ് ഒരു ദിവസം ഇറക്കണം എന്നുണ്ടെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വർക്കേഴ്സ് വേണം. വർക്കേഴ്സ് ഇപ്പോൾ ഒരു 50 വർക്കേഴ്സ് ഒരു ദിവസം ഉള്ളെങ്കിൽ നമ്മുടെ അടുത്ത് അതിനകത്ത് ഒരു 10 പേര് ജോലി റിസൈൻ ചെയ്ത് പോയെങ്കിൽ ആ 10 പേരുടെ വേക്കൻസി വീണ്ടും റീഫിൽ ചെയ്യണം. അല്ലെങ്കിൽ നമുക്ക് ഒരു ദിവസം ചിലപ്പോൾ ഒരു 1000 നമ്മൾ ടാർഗറ്റ് ആയ 1000 ഷൂ ചിലപ്പോൾ നമുക്ക് ഇറക്കാൻ പറ്റിയെന്ന് വരില്ല. സോ സ്റ്റാഫിംഗ് അതെല്ലാം കൃത്യമായിട്ട് നടക്കണം, അല്ലെങ്കിൽ അത് കമ്പനീന്റെ പ്രോഫിറ്റിനെ വളരെയധികം ബാധിക്കും. ഇനി അവരെ റിക്രൂട്ട് ചെയ്താൽ മാത്രം പോരാ, അവരെ കഴിവിനനുസരിച്ചുള്ള സെക്ഷനിൽ അവരെ പ്ലേസ് ചെയ്യണം. അത് ചെയ്താലും പോരാ, അവർക്ക് അതിന്റെ വർക്കിനെ കുറിച്ച് ഒരു ഐഡിയ ഉണ്ടാവില്ല ചിലപ്പോൾ. അപ്പൊ അവർക്ക് ട്രെയിനിങ് കൊടുത്തിട്ട് ആ വർക്ക് പഠിപ്പിച്ചെടുക്കണം. ഇതെല്ലാം സ്റ്റാഫിംഗിന്റെ അകത്ത് വരുന്ന ഫങ്ഷൻസ്. മാൻ പവർ പ്ലാനിങ്. മാൻ പവർ ഞാൻ പറഞ്ഞു, ഓരോ ഡിപ്പാർട്ട്മെന്റിൽ എത്ര ആൾക്കാർ വേണം അതെല്ലാം പ്ലാൻ ചെയ്യാം. ഓക്കെ. ആരെങ്കിലും പോകുന്നുണ്ടെങ്കിൽ മുൻകൂട്ടി അറിയിക്കണം, അവരെ പകരം വേറെ ആൾക്കാരെ എടുക്കണം. അങ്ങനെ റിക്രൂട്ട്മെന്റ്, സെലക്ഷൻ, ട്രെയിനിങ് ഓഫ് മാൻ പവർ ഞാൻ പറഞ്ഞു. അഗെയിൻ ആളെ എടുക്കുക, ആരെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ അവരെ പകരം എടുക്കുക, സെലക്ട് അവരുടെ കറസ്പോണ്ടിങ് പൊസിഷനിൽ അവരെ എന്താ പറയാ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റിൽ പ്ലേസ് ചെയ്യുക, ട്രെയിൻ ചെയ്യുക, മറ്റു കാര്യങ്ങൾ. പ്ലേസ്മെന്റ് ഓഫ് മാൻ പവർ റിക്വസൈറ്റ് പൊസിഷൻ. ഓക്കെ. എടുത്തിരിക്കുന്ന ആൾക്കാരെ കറക്റ്റ് പൊസിഷനിൽ തന്നെ പ്ലേസ് ചെയ്യണം. അതായത് ഇപ്പോൾ ഒരു നല്ല ഡ്രൈവിംഗ് കഴിവുള്ള ഒരാളെ നമ്മൾ എടുത്തിട്ട് നമ്മൾ ക്യാഷ് യൂണിറ്റിൽ കൊണ്ടുപോയി ഇരുത്തി കഴിഞ്ഞാൽ അയാൾക്ക് ക്യാഷ് ഹാൻഡിൽ ചെയ്യാൻ അറിയാത്ത ഒരാളാണെങ്കിൽ മൊത്തം കുളമാവും, മൊത്തം ചെയ്യാൻ സ്മൂത്ത് വർക്ക് നടക്കില്ല. അതേപോലെ തന്നെ ഒരു ക്യാഷ് ഹാൻഡിൽ ചെയ്യാൻ അറിയുന്ന ഒരാൾക്ക് ക്യാഷിൽ ഇരുത്താതെ അവരെ ട്രാൻസ്പോർട്ടേഷൻ സെക്ഷനിൽ കൊണ്ടുപോയിട്ട് അയാൾക്ക് ഡ്രൈവിംഗ് അറിയില്ലെങ്കിൽ പിന്നെ കാര്യമില്ലല്ലോ. അപ്പൊ ഡ്രൈവിംഗ് അറിയുന്ന ആളെ അതിനനുസരിച്ച് ട്രാൻസ്പോർട്ടേഷൻ സെക്ഷനിൽ പ്ലേസ് ചെയ്യണം. ക്യാഷിന്റെ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യാൻ അറിയുന്ന ആളെ ക്യാഷിന്റെ സെക്ഷനിൽ ഇരുത്തണം. അങ്ങനെ കറസ്പോണ്ടിങ് അവരുടെ യോഗ്യത അനുസരിച്ച് ഇരുത്തണം. പ്രൊമോഷൻ, ട്രാൻസ്ഫർ, അപ്രൈസൽ, ഇതെല്ലാം ഡീൽ ചെയ്യുന്ന സ്റ്റാഫിംഗിന്റെ അകത്താണ്. പ്രൊമോഷൻ കൊടുക്കുക, ട്രാൻസ്ഫർ കൊടുക്കുക, ഒന്നിൽ കൂടുതൽ കമ്പനികളുടെ ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് ആവശ്യമനുസരിച്ച് ട്രാൻസ്ഫർ കൊടുക്കുക,
അപ്രൈസൽ കൊടുക്കുക. നല്ല വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് അപ്രൈസൽ കൊടുക്കുക. ഇനി റെമ്യൂണറേഷൻ, ഡിറ്റർമിനേഷൻ ഓഫ് എംപ്ലോയി റെമ്യൂണറേഷൻ ഇൻസെന്റീവ്. ഒരു മാസം ഓരോ ഡിപ്പാർട്ട്മെന്റിൽ എത്ര എമൗണ്ട് ക്യാഷ് വേണം റെമ്യൂണറേഷൻ ആയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്, അത് അത് സ്റ്റാഫിംഗ് വഴിയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഇൻസെന്റീവ് എത്ര കൊടുക്കണം? ചിലപ്പോൾ കമ്പനിക്ക് ഭയങ്കര ഹ്യൂജ് പ്രോഫിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ചില ആൾക്കാർക്ക് അവരുടെ വർക്കിനനുസരിച്ച് ഇൻസെന്റീവ് കൊടുത്തെന്ന് വരും. അത് ക്യാഷ് ആയിട്ടാവാം, അല്ലെങ്കിൽ ഹെൽത്ത് ഇൻഷുറൻസ് അങ്ങനത്തെ സംഭവം കമ്പനി എടുത്തു കൊടുക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ അവർക്ക് താമസിക്കാൻ സ്ഥലമോ അല്ലെങ്കിൽ യാത്ര ചെയ്യാൻ വാഹനമോ അങ്ങനെ എന്തെങ്കിലും രീതിയിലാവാം ഇൻസെന്റീവ്സ്. ഓക്കെ. ഡയറക്റ്റിംഗ് പ്രോസസ് ബൈ വിച്ച് സബോർഡിനേറ്റ് പെർഫോമൻസ് ഇസ് ഗൈഡഡ് ടുവേർഡ്സ് കമ്പനി ഗോൾ. അതായത് കമ്പനീൻ്റെ ഗോൾ ഒരു ദിവസം ഇപ്പോൾ ഒരു 2000 യൂണിറ്റ് ഓഫ് പ്രൊഡക്റ്റ് ഇറക്കണം എന്നാണെങ്കിൽ ഈ സബോർഡിനേറ്റ് അല്ലെങ്കിൽ വർക്കേഴ്സ് ചിലപ്പോൾ ഒരു ദിവസം ചിലപ്പോൾ ഒരു 100 വർക്കേഴ്സ് നമുക്ക് ഒരു ദിവസം ഉണ്ടെങ്കിൽ അവർ ചിലപ്പോൾ അവർ 10 എണ്ണം വെച്ചിട്ട് ഒരു ദിവസം പ്രൊഡക്റ്റ് ഇറക്കി കഴിഞ്ഞാൽ മാത്രമേ 10 into 100,000 പ്രൊഡക്ട്സ് ഒരു ദിവസം ഇറക്കാൻ പറ്റൂ, കമ്പനീൻ്റെ ഗോള് അച്ചീവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. പക്ഷെ ചില വർക്കേഴ്സ് ചിലപ്പോൾ ഒന്നായിരിക്കും ചെയ്യുന്നത്, ചിലർ ചിലപ്പോൾ 2 ആയിരിക്കും, ചിലർ ഇപ്പോൾ 12 ആയിരിക്കും, ചിലത് 7 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഈ ഓരോ വർക്കേഴ്സിനും ഡയറക്റ്റ് ചെയ്യണം, നിങ്ങൾ ഒരു ദിവസം 10 എങ്ങനെയെങ്കിലും ഉണ്ടാക്കണം. ഓക്കെ. ഇനി അത് ഉണ്ടാക്കുന്നതിന് വല്ല ബുദ്ധിമുട്ടുണ്ടോ, ഉണ്ടെങ്കിൽ കാരണം എന്താണ്, അത് എങ്ങനെ റെക്ടിഫൈ ചെയ്യാൻ പറ്റും, ഇതെല്ലാം ഡയറക്റ്റിങ്ങിൻ്റെ അകത്ത് വരുന്നതാണ്. സോ അവരെ ഡയറക്റ്റ് ചെയ്തിട്ട് കമ്പനീൻ്റെ ഗോളിലേക്ക് എത്തിക്കണം. ഇതിൽ ഇൻവോൾവ്സ് ലീഡർഷിപ്പ്, കമ്മ്യൂണിക്കേഷൻ, മോട്ടിവേഷൻ, സൂപ്പർവിഷൻ. ലീഡർഷിപ്പ് വേണം, ഒരു ലീഡർ വേണം. അവൻ വർക്കേഴ്സിൻ്റെ അടുത്ത് ആ ഗ്രൂപ്പിൻ്റെ ഒരു ലീഡർ വേണം. അവൻ പറയണം, നമുക്കിന്ന് ഓരോരുത്തരും 10 യൂണിറ്റ് വെച്ചിട്ടെങ്കിലും ഉണ്ടാക്കണം, എന്നാലേ കമ്പനീൻ്റെ ഗോളായ 1000 എത്തിക്കാൻ പറ്റും, നമ്മളെ കമ്പനീനെ പ്രോസ്പർ ചെയ്യിപ്പിക്കാൻ പറ്റും. അങ്ങനെ ലീഡർഷിപ്പ് ക്വാളിറ്റിയിൽ ഒരാൾ വേണം. കമ്മ്യൂണിക്കേഷൻ, ഡിപ്പാർട്ട്മെന്റ് ഉള്ളിലും നല്ല രീതിയിൽ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, ഡിപ്പാർട്ട്മെന്റുകൾ തമ്മിലും നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ഇതൊക്കെ നടന്നു കഴിഞ്ഞാൽ മാത്രമേ നല്ല രീതിയിൽ കമ്പനിക്ക് ഗോൾ അച്ചീവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അടുത്ത മോട്ടിവേഷൻ. തീർച്ചയായിട്ടും നമ്മൾ ഒരു റെപ്പിറ്റേറ്റീവ് ടാസ്ക്, സെയിം ടാസ്ക് ആണ് നമ്മൾ എല്ലാ ദിവസവും ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നതെങ്കിൽ വീണ്ടും വീണ്ടും ചെയ്തു കൊടുക്കുന്ന നമ്മൾ ആൾ ലേസി ആയി പോവും, അല്ലെങ്കിൽ ബോറടിക്കും, അല്ലെങ്കിൽ ലെതാർജി ആയി പോവും. അതുകൊണ്ട് ഇടയ്ക്ക് അവർക്ക് ഒരു മോട്ടിവേഷൻ കൊടുക്കണം, എന്നാലേ അവർക്ക് ഒരു ഹെൽത്തി മൈൻഡ് കീപ്പ് ചെയ്യാൻ പറ്റും. ഓക്കെ. ലാസ്റ്റ് സൂപ്പർവിഷൻ. സൂപ്പർവിഷൻ എന്ന് പറഞ്ഞാൽ ഇതെല്ലാം ഒരാളെ നോക്കണം, എല്ലാ ഡിപ്പാർട്ട്മെന്റിലും ഉദ്ദേശിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ നടക്കുന്നുണ്ടോ, ഇല്ലെങ്കിൽ എന്തുകൊണ്ട്, ആരാണ് വർക്ക് ചെയ്യാത്തത്, ഇതെല്ലാം സൂപ്പർവൈസ് ചെയ്യാൻ ഒരാൾ വേണം. അതും ഡയറക്റ്റിംഗിന്റെ ഭാഗമായിട്ട് വരുന്ന കാര്യമാണ്. അടുത്തത് കൺട്രോളിംഗ്. കൺട്രോളിംഗ് എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് പ്രോസസ് വിച്ച് മെഷേഴ്സ് ദ പ്രോഗ്രസ് ഓഫ് ഓപ്പറേഷൻ ആൻഡ് വെരിഫൈസ് ദ കൺഫോമിറ്റി വിത്ത് പ്ലാൻ ആൻഡ് ദെൻ ടേക്ക് ആക്ഷൻസ് അക്കോർഡിംഗ്ലി. അതായത് നമുക്കൊരു പ്ലാൻ അല്ലെ ഒബ്ജക്റ്റീവ് ഉണ്ടാവും, അതിനനുസരിച്ച് കാര്യങ്ങൾ നടക്കുന്നുണ്ടോ ഇല്ലയോ അത് മെഷർ ചെയ്യുക. നമ്മളെ ഇപ്പം നടക്കുന്ന കാര്യങ്ങൾ മെഷർ ചെയ്യുക, എന്നിട്ട് നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ അത് നടക്കുന്നുണ്ടോ അതുമായിട്ട് കമ്പയർ ചെയ്യുക. ഓക്കെ. ഇല്ലെങ്കിൽ കാരണം കണ്ടുപിടിക്കുക, റെക്ടിഫൈ ചെയ്യുക. ഇതാണ് കൺട്രോളിംഗിൻ്റെ അകത്ത് വരുന്ന കാര്യം. ഇപ്പൊ സ്റ്റെപ്സ്. സെറ്റിംഗ് പെർഫോമൻസ് സ്റ്റാൻഡേർഡ്സ്. പെർഫോമൻസ് സ്റ്റാൻഡേർഡ് നമ്മൾ കീപ്പ് ചെയ്യണം. ഫോർ എക്സാമ്പിൾ, ഇപ്പം നമ്മളിപ്പോൾ ഒരു അഗൈൻ ഒരു സോപ്പ് ഫാക്ടറി വിചാരിക്കാം. ഓക്കെ. ആ സോപ്പിന് ഒരു സ്റ്റാൻഡേർഡ് നമ്മൾക്ക് വെക്കണം. അതായത് അതിൻ്റെ ലെങ്ത് ഇത്ര, വിഡ്ത്ത് എത്ര ആയിരിക്കണം, ഹൈറ്റ് എത്രയാണ്, അത് കാണാൻ ഒരു റെക്ടാങ്കുലർ ഷേപ്പ് ആണെങ്കിൽ റെക്ടാങ്കുലർ ഷേപ്പ് ആയിരിക്കണം, അതിൻ്റെ പാക്കേജിങ് ഇത് പ്രകാരമായിരിക്കണം, കളർ ഇതായിരിക്കണം, സ്മെല്ല് ഇതായിരിക്കണം. അങ്ങനെ കുറച്ച് സ്റ്റാൻഡേർഡ്സ് നമ്മൾ കീപ്പ് ചെയ്യണം. അല്ലെങ്കിൽ ഓരോ വർക്കേഴ്സും അവരുടേതായ രീതിയിൽ അവർ ചെയ്തിട്ട് എന്തെങ്കിലും ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇത് മാർക്കറ്റിൽ എത്തുമ്പോൾ മേടിക്കാൻ ആളുണ്ടാവില്ല, കസ്റ്റമേഴ്സ് ഉണ്ടാവില്ല. അപ്പോൾ ഒരു സ്റ്റാൻഡേർഡ് നമ്മൾ കീപ്പ് ചെയ്യണം. ഓക്കെ. മെഷറിംഗ് പെർഫോമൻസ്. ഉണ്ടാക്കിയിരിക്കുന്ന സാധനവും ഉദ്ദേശിച്ച സാധനവും തമ്മിൽ കമ്പയർ ചെയ്യുക, പെർഫോമൻസ് നല്ലതാണോ മെഷർ ചെയ്യുക. അതാണ് അതിൻ്റെ അകത്ത് വരുന്നത്. ഓക്കെ. ഇനി അതാണ് മറ്റേ അടുത്ത സ്റ്റെപ്പും, കമ്പയറിംഗ് വിത്ത് സ്റ്റാൻഡേർഡ് സെറ്റ്. ഓക്കെ. പെർഫോമൻസ് മെഷർ ചെയ്യുക, എന്നിട്ട് കമ്പയർ ചെയ്യുക. ഫൈൻഡിങ് ഡീവിയേഷൻ, എത്ര വ്യത്യാസം വന്നു. ഇപ്പം നമ്മൾ ഉദ്ദേശിക്കുന്ന സോപ്പാണ് 7 to ഒരു 7 സെന്റിമീറ്റർ, ഒരു 10 സെന്റിമീറ്റർ, ഒരു 7 സെന്റിമീറ്റർ നീളവും 5 സെന്റിമീറ്റർ വീതിയും ഒരു 3 സെന്റിമീറ്റർ ഹൈറ്റും ഉള്ള ഒരു സോപ്പാണ് നമ്മൾ ഉദ്ദേശിച്ചത് വിചാരിച്ചോ. അത് പക്ഷെ ഉണ്ടാക്കി വന്നപ്പോൾ ചിലപ്പോൾ 5 സെന്റിമീറ്ററും 2ഉം ചിലപ്പോൾ 1.5 അങ്ങനെ അങ്ങനെ ആയിരിക്കും ഉണ്ടാകുക. അപ്പൊ ആ ഡീവിയേഷൻ എത്രയാ കണ്ടുപിടിക്കുക, എന്നിട്ട് അത് ശരിയാക്കാൻ എന്ത് ചെയ്യാൻ പറ്റുമോ ചെയ്യുക. അതാണ് കറക്റ്റീവ് ആക്ഷൻസ് എടുക്കുക.
ഇനി ഡിസിഷൻ മേക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത് ഒരു കാര്യം ശരിയായിട്ട് നടക്കുന്നില്ല എന്ന് വിചാരിക്കാം. അത് ശരിയായി നടത്താൻ വേണ്ടി നമ്മുടെ അടുത്ത് ഒരുപാട് വഴികൾ ഉണ്ടാവും. അതിൻ്റെ അകത്ത് ഏറ്റവും അനുയോജ്യമായ വഴി തിരഞ്ഞെടുക്കുക. ഇതിനാണ് ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പം നമ്മളൊരു സോപ്പ് ഫാക്ടറി തന്നെ എടുക്കാം. 1000 സോപ്പുകൾ ഒരു ഡേ നമ്മൾ ഇറക്കണം എന്ന് വിചാരിച്ചു. അത് നടക്കുന്നില്ല. ഓക്കെ, അത് നടക്കാത്തതിന് പല കാരണങ്ങളും ഉണ്ടാവും. ചിലപ്പോൾ മെഷീൻസ് ആയിരിക്കും പ്രശ്നക്കാർ. ചിലപ്പോൾ മെഷീൻ ഉദ്ദേശിച്ച രീതിയിൽ 1000 സോപ്പുകൾ മെഷീൻ ഭയങ്കര സ്ലോ ആയിരിക്കും. അതുകൊണ്ട് മെഷീന് 1000 സോപ്പുകൾ ഉണ്ടാക്കാൻ ഒരുപാട് സമയം എടുക്കുന്നത് കൊണ്ടായിരിക്കാം. ചിലപ്പോൾ വർക്കേഴ്സ് വർക്ക് ചെയ്യാത്തത് കാരണത്താലായിരിക്കാം. ചിലപ്പം നമ്മളെ വർക്കിംഗ് ടൈം ചിലപ്പോൾ ഒരു 11 മണി തൊട്ടിട്ട് ഒരു 4 മണി വരെ വർക്കിംഗ് ടൈം ഭയങ്കര കുറഞ്ഞു പോയത് കൊണ്ടായിരിക്കാം. അങ്ങനെ പല റീസൺസ് ഉണ്ടാവും. അപ്പൊ ഇതിൻ്റെ അകത്ത് നമ്മുടെ ഉദ്ദേശം എന്താ? ഒരു ദിവസം 1000 സോപ്പുകൾ ഇറക്കണം. ഇതിൻ്റെ അകത്ത് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള സംഭവം സെലക്ട് ചെയ്യുക. അതിനാണ് നമ്മൾ ഡിസിഷൻ മേക്കിംഗ് പറയുക. 1000 സോപ്പുകൾ ഉണ്ടാക്കണം. സോ അതിന് വേണ്ടിയിട്ട് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള സെലക്ട് ചെയ്യുക. സോ നമ്മളൊരു തീരുമാനം എടുക്കുന്നതിന് മുമ്പ് പാസ്റ്റ് സ്റ്റഡി ചെയ്യണം, കമ്പനീൻ്റെ പ്രസന്റ് സ്റ്റഡി ചെയ്യണം, ഫ്യൂച്ചർ സ്റ്റഡി ചെയ്യണം. കമ്പനീൻ്റെ അല്ല, ഇങ്ങനെ ഒരു തീരുമാനം മുമ്പ് എപ്പോഴെങ്കിലും പാസ്റ്റിൽ എടുത്തിട്ടുണ്ടോ ആരെങ്കിലും? അത് എടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ കോൺസിക്വൻസസ് എന്തൊക്കെയായിരുന്നു ഉണ്ടായിരുന്നത് പണ്ട്? അതിന്റെ കോൺസിക്വൻസസ് ഇപ്പോഴും വല്ലതും ഉണ്ടോ? പ്രസന്റിൽ വല്ലതും ഉണ്ടോ? ഓക്കെ, ഞാനിപ്പോ ഇന്ന് ഈ തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ഫ്യൂച്ചറിൽ അത് എങ്ങനെ എഫക്ട് ചെയ്യും? പാസ്റ്റ്, പ്രസന്റ്, ഫ്യൂച്ചറിൽ നല്ലോണം തിങ്ക് ചെയ്തിട്ട് എടുക്കാൻ പാടുള്ളൂ. ഓക്കെ, ഇനി സ്റ്റെപ്സ് ഇൻ ഡിസിഷൻ മേക്കിംഗ്. ഡിഫൈൻ ദ പ്രോബ്ലം. ഓക്കെ, പ്രോബ്ലം ഇപ്പോൾ 1000 സോപ്പുകൾ ഒരു ദിവസം ഇറക്കാൻ പറ്റണം, അതാണ് പ്രോബ്ലം എങ്കിൽ അത് പ്രോബ്ലം ഡിഫൈൻ. അനലൈസ് ദ പ്രോബ്ലം. അത് ശ്രദ്ധിച്ച് നോക്കുക, എന്തുകൊണ്ട് അത് എടുക്കാൻ പറ്റുന്നില്ല, അതിന്റെ കാരണങ്ങൾ കണ്ടുപിടിക്കാം. ഡെവലപ്പ് ഓൾട്ടർനേറ്റീവ് സൊല്യൂഷൻ. ഇപ്പൊ നമുക്ക് കുറെ കാരണങ്ങൾ ഉണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് ഓൾട്ടർനേറ്റീവ് സൊല്യൂഷൻ കണ്ടുപിടിക്കാം. 1000 സോപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വേറെ എന്തൊക്കെ വഴികളുണ്ട് അത് കണ്ടുപിടിക്കാം. സെലക്ട് ബെസ്റ്റ് സൊല്യൂഷൻ. ഇതിൻ്റെ അകത്ത് ഏറ്റവും ബെസ്റ്റ് ഏതാണോ അത് സെലക്ട് ചെയ്യണം. കൺവേർട്ട് ഡിസിഷൻ ഇൻടു എഫക്റ്റീവ് ആക്ഷൻ. അത് നടപ്പിലാക്കുക. ഓക്കെ, എന്നിട്ട് ഉള്ള റിസൾട്ടും പണ്ടത്തെ റിസൾട്ടും കമ്പയർ ചെയ്യുക. ഓക്കെ, ഡിസിഷൻ വെരിഫൈ ചെയ്യുക. അതിനാണ് നമ്മൾ ഇതെല്ലാം ബേസിക് സ്റ്റെപ്സ് ഇൻ ഡിസിഷൻ മേക്കിംഗ് വരുന്നതാണ്. ഇനി ഡിസിഷൻ മേക്കിംഗ് സയന്റിഫിക് അപ്രോച്ചിനെ കുറിച്ചാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അതായത് പ്രോബ്ലം ഡിഫൈൻഡ്. ഇപ്പൊ സപ്പോസ് നമ്മൾ സോപ്പ് മേക്കിംഗ് തന്നെ എടുക്കാം. 1000 സോപ്പുകൾ ഒരു ദിവസം ഉണ്ടാക്കാൻ പറ്റുന്നില്ല, അതാണ് പ്രോബ്ലം ഡിഫൈൻഡ്. ഓക്കെ, സയന്റിഫിക് മെത്തേഡിലാണെങ്കിൽ അത് ഡിഫൈൻ ചെയ്തു. അടുത്തത് സയന്റിഫിക് മെത്തേഡിൽ ഒബ്സർവ് ചെയ്യുക, എന്തുകൊണ്ടാണ് 1000 എണ്ണം ഉണ്ടാക്കാൻ പറ്റാതിരുന്നത്. ഓക്കെ, ഇനി അടുത്ത ഹൈപ്പോത്തസിസ് പോസ്റ്റുലേറ്റ് ചെയ്യുക. അതായത് ഒബ്സർവ് ചെയ്തിട്ട് കിട്ടിയ കാരണങ്ങൾ. ഓക്കെ, അപ്പൊ 1000 എണ്ണം ഉണ്ടാക്കാൻ പറ്റാത്തതിന്റെ കാരണങ്ങൾ ഈ കാരണങ്ങളൊക്കെയാണ്. മെഷീൻ സ്ലോ ആയതാവാം, വർക്കേഴ്സ് വർക്ക് ചെയ്യാത്തതായിരിക്കാം, വർക്കിംഗ് ടൈം വളരെ കുറഞ്ഞു പോയതായിരിക്കാം, അങ്ങനെ പല. അതാണ് സെർച്ച് ഫോർ ഓൾട്ടർനേറ്റീവ്സ് എന്ന് പറഞ്ഞത്. ഓക്കെ, അപ്പൊ ഹൈപ്പോത്തസിസ് പോസ്റ്റുലേറ്റ് ചെയ്ത് ഹൈപ്പോത്തസിസ് ഇതൊക്കെ ആയിരിക്കാം കാരണങ്ങൾ എന്ന് പറഞ്ഞിട്ട് കുറെ നമ്മൾ ഓൾട്ടർനേറ്റീവ്സ് കണ്ടുപിടിച്ചു. എക്സ്പെരിമെന്റേഷൻ. ഇനി എന്താ അടുത്ത? ഇവാലുവേഷൻ സ്റ്റേജ്. ഇവാലുവേഷൻ സ്റ്റേജിൽ എക്സ്പെരിമെന്റേഷൻ, ഡിസൈൻ ആൻഡ് എക്സിക്യൂഷൻ. ഇനി നമ്മൾ അതിൻ്റെ അകത്ത് ഇപ്പൊ മെഷീൻ്റെതാണ് പ്രശ്നം നമ്മൾ വിചാരിച്ചു. നമ്മൾ മെഷീൻ മാറ്റുന്നു, വേറെ പുതിയ മാർക്കറ്റിൽ നിന്ന് ലേറ്റസ്റ്റ് ഒരു മെഷീൻ മേടിക്കുന്നു, എന്നിട്ട് അത് വെച്ച് സോപ്പ് ഉണ്ടാക്കി നോക്കുന്നു, എക്സിക്യൂട്ട് ചെയ്ത് നോക്കുന്നു. ഓക്കെ, എന്നിട്ട് അതിൽ നിന്ന് ഇപ്പൊ സപ്പോസ് നമ്മൾ പണ്ട് ഉണ്ടാക്കി വന്ന 700 ഇപ്പൊ പുതിയ മെഷീൻ വെച്ചിട്ട് ആക്കിയപ്പോൾ അത് 1500 ഉണ്ടാക്കിയെന്ന് വിചാരിച്ചു. അപ്പൊ മെഷീൻ്റെതായിരുന്നു പ്രശ്നം. നമ്മളെ ഹൈപ്പോത്തസിസ്, നമ്മൾ എന്താണോ മെഷീൻ്റെ ആയിരിക്കും പ്രശ്നം എന്ന് നമ്മൾ നേരത്തെ തിങ്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, അത് കറക്റ്റ് ആയിരുന്നു, മെഷീൻ്റെ പ്രശ്നം നമ്മൾ തിരിച്ചറിഞ്ഞു. അപ്പൊ നമുക്ക് നേരത്തെ 700 ആയിരുന്നു ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്, ഇപ്പൊ 1500 എണ്ണം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതാ മെഷീൻ റീപ്ലേസ് ചെയ്തത് കൊണ്ടല്ലേ ഉണ്ടാക്കാൻ പറ്റിയത്. അപ്പൊ നമ്മൾ എടുത്തിരിക്കുന്ന ഹൈപ്പോത്തസിസ് അല്ലെ തീരുമാനം ശരിയായിരുന്നു എന്ന് മനസ്സിലായി. എന്നിട്ടും ഇപ്പൊ മെഷീൻ മാറ്റിയതിനു ശേഷം 700 നിന്ന് 650 നമ്മൾ പോയതെങ്കിൽ മെഷീന്റെ അല്ല കുഴപ്പം, വേറെ എന്താ പ്രശ്നം, അത് വീണ്ടും നോക്കുക, ചെക്ക് ചെയ്യുക. ഇതൊക്കെയാണ് സയന്റിഫിക് അപ്രോച്ച് ഡിസിഷൻ മേക്കിംഗ്. ഇനി അടുത്തൊരു പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഓണർഷിപ്പ്. ഓണർഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ലീഗൽ റൈറ്റ്സ്, എന്തെങ്കിലും ഒരു സാധനത്തിന്റെ മുകളിൽ ലീഗലായിട്ട് എന്റേതാണെന്ന് അധികാരം സ്ഥാപിച്ചെടുക്കാനുള്ള ആ ഒരു എന്താ പറയുക റൈറ്റ് ഞാൻ നമ്മൾ ഓണർഷിപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ആ എന്തെങ്കിലും ഒരു സാധനത്തിന് മുകളിൽ ലീഗലി അത് എന്റേതാണെന്ന് പറയാനുള്ള അധികാരം. അത് മാത്രമല്ല ആ സംഭവത്തിൽ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റോ ഗെയിനോ എന്താ കിട്ടുന്നത്, ലാഭം കിട്ടുന്നത്, അത് എൻജോയ് ചെയ്യാനുള്ള റൈറ്റ്സും ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ ഓണർഷിപ്പ് എന്ന് പറയും. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഒരു ബേക്കറി ആണെന്ന് വിചാരിച്ചോ, ആ ബേക്കറി ലീഗലി എന്റെ ബേക്കറി ആണെന്ന് പറയാൻ എൻ്റെ അടുത്ത് പേപ്പേഴ്സ് ഉണ്ടായിരിക്കണം. അങ്ങനെയാണ് ആ ബേക്കറിയിൽ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റ് എന്താണോ അത് എനിക്ക് എടുക്കാൻ പറ്റും. ഓക്കെ, so right of an individual or group of individuals to acquire legal title to access for the purpose of controlling them and to enjoy the gains or profits from such possession and use. അതിനാണ് നമ്മൾ ഓണർഷിപ്പ് എന്ന് പറയുന്നത്. ബേസിക്കലി 4 ടൈപ്പ് ഓഫ് ഓണർഷിപ്പ് ആണുള്ളത്. സോൾ പ്രൊപ്പറേറ്റർഷിപ്പ്, പാർട്ട്ണർഷിപ്പ്, ജോയിന്റ് സ്റ്റോക്ക് കമ്പനി, കോപ്പറേറ്റീവ് സൊസൈറ്റി. ഓരോന്നും എന്താണെന്ന് നോക്കാം. ആദ്യം സോൾ പ്രൊപ്പറേറ്റർഷിപ്പ്. അതായത് സിമ്പിൾ ആണ്, ഒറ്റയാള് എന്തെങ്കിലും ബിസിനസ്സോ വേറെ എന്തോ തുടങ്ങുന്നു. ഓക്കെ, സോൾ അയാൾ മാത്രമാണ് അതിന്റെ ലീഗലി ഓണർ എങ്കിൽ അത് നമ്മൾ സോൾ പ്രൊപ്പറേറ്റർഷിപ്പിനകത്ത് വരുന്ന സാധനമാണ്. അതായത് ബിസിനസ് ഓൺഡ് ആൻഡ് കൺട്രോൾ ബൈ സിംഗിൾ പേഴ്സൺ. ഇപ്പോൾ ഒരു ബേക്കറി ആണെങ്കിൽ ആ ഒരു ബേക്കറി ഞാനൊരു ബേക്കറി മേടിച്ചു തുടങ്ങി, അത് എൻ്റെ പേരിലാണെങ്കിൽ ആ സോൾ പ്രൊപ്പറേറ്റർഷിപ്പിന്റെ എക്സാമ്പിൾ ആണ്. അപ്പൊ എന്നെ പറയുന്ന പേരെന്താ, സോൾ ട്രേഡർ. അത് പലപ്പോഴും ചെറിയ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിലൊക്കെ പറ്റും. അതായത് ഇപ്പോൾ പ്രിന്റിംഗ് പ്രസ്, കമേഴ്ഷ്യൽ ഷോപ്പുകൾ, അങ്ങനത്തെ ചെറിയ ചെറിയ ബിസിനസ്സുകൾക്കൊക്കെ സോൾ പ്രൊപ്പറേറ്റർഷിപ്പ് പറ്റും. കാരണം ചെറിയ ചെറിയ ബിസിനസ് ആകുമ്പോൾ കുറച്ച് കാശ് മതി തുടങ്ങാൻ. ഓക്കെ, അപ്പൊ അങ്ങനത്തെ സംഭവങ്ങളിലെല്ലാം സോൾ പ്രൊപ്പറേറ്റർഷിപ്പ് പറ്റും. അടുത്ത അതിന്റെ കുറച്ചും കൂടി വലുത് പാർട്ട്ണർഷിപ്പ്. പാർട്ട്ണർഷിപ്പ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ സോൾ പ്രൊപ്പറേറ്റർഷിപ്പിൽ പലപ്പോഴും ക്യാപിറ്റൽ വളരെ ലിമിറ്റഡ് ആയിരിക്കും. അതായത് അത് തുടങ്ങാൻ വേണ്ടിയിട്ട് ഇൻവോൾവ് ആയിട്ടുള്ള ക്യാഷ് എന്ന് പറഞ്ഞാൽ വളരെ കുറവായിരിക്കും. ഇപ്പൊ നമുക്ക് ബിസിനസ് ഒന്നും കൂടി വ്യാപിപ്പിച്ച് ഒന്നും കൂടി നല്ല രീതിയിൽ തുടങ്ങണമെങ്കിൽ ക്യാപിറ്റൽ ഒരു പ്രശ്നമാണ്. ഇപ്പൊ കൂടുതൽ കാശ് വേണമെങ്കിൽ നമ്മൾ പാർട്ട്ണർഷിപ്പ് യൂണിറ്റിലേക്ക് പോകും. നമ്മുടെ അടുത്തുള്ള കാശ് നമ്മൾ മുഴുവൻ ഇടും, വേറെ ഒരുത്തനെ വിളിച്ചിട്ട് അവനും കാശിടാൻ റെഡി ആണെങ്കിൽ രണ്ടുപേരുടെയും കൂടി കാശ് വെച്ചിട്ട് ബിസിനസ് ഒന്നും കൂടി ഫ്ലറിഷ് ചെയ്യും. ഓക്കെ, വലുതാക്കിയിട്ട് നടത്താൻ പറ്റും. പക്ഷെ അങ്ങനെ ആകുമ്പോൾ എന്താണ്, അതിന്റെ കിട്ടുന്ന പ്രോഫിറ്റും എന്താ ഡിവൈഡ് ചെയ്തു പോകും. ഓക്കെ, സോ അങ്ങനെ ഞാനും വേറൊരാളും കൂടി ഒരു ബിസിനസ് തുടങ്ങി കഴിഞ്ഞാൽ അപ്പോൾ ഓരോരുത്തരും എന്നെ പേര് പറയുന്നത് എന്താ, പാർട്ട്ണർ. ഞാനൊരു പാർട്ട്ണറാ, മറ്റേ ആളും ഒരു പാർട്ട്ണറാ. അങ്ങനെയുള്ള ഒരു ബിസിനസ്സിനെ പറയുന്ന പേര് ഫേം എന്നാണ്. ഓക്കെ, ഒന്നിൽ കൂടുതൽ ആൾക്കാർ ചേർന്നിട്ട് തുടങ്ങുന്ന ഒരു ബിസിനസ് ആണെങ്കിൽ അതിനെ ഫേം എന്നാണ് പറയാം. അങ്ങനെ ആകുമ്പോൾ ഒരു പാർട്ട്ണർഷിപ്പ് ഡീഡ് ഉണ്ടാവും. അതായത് ഒരു എഗ്രിമെന്റ്, ഇത്ര ലാഭം ഇതിൽ നിന്ന് ഇത്ര ലാഭം കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത്ര പൈസ ഞാൻ എടുക്കും, ഇത്ര ലാഭം ഞാൻ എടുക്കും, അതിന്റെ ഇത്ര നീ എടുക്കും. അത് നമ്മളെ ക്യാപിറ്റൽ ഇടുന്നതിനനുസരിച്ചായിരിക്കാം വേറെ പല കാര്യങ്ങളും ഉണ്ടാവും. ഇപ്പൊ ഞാൻ ഒരു ബിസിനസ് തുടങ്ങാൻ 10 ലക്ഷം വേണം, ഞാനിപ്പോ 5 ലക്ഷം ഇട്ട് എന്റെ ഫ്രണ്ടും 5 ലക്ഷം ഇട്ട് കഴിഞ്ഞാൽ പ്രോഫിറ്റ് 50-50 ആയിട്ട് എടുക്കാം. പക്ഷെ ഞാനൊരു 6 ലക്ഷം ഇട്ട് അവനൊരു 4 ലക്ഷം ഇടുന്നെങ്കിൽ കൂടുതൽ പ്രോഫിറ്റ് എനിക്ക് കിട്ടും. അപ്പൊ എങ്ങനെയാണോ നമ്മൾ ഉദ്ദേശിക്കുന്നത് അത് ലീഗലി നമ്മൾ എഴുതിയ ഒരു എഗ്രിമെന്റ് ഡോക്യുമെന്റ് ആണ് പാർട്ട്ണർഷിപ്പ് ഡീഡ് എന്ന് പറഞ്ഞത്. ഇനി പാർട്ട്ണർഷിപ്പ് എന്ന് പറയുമ്പോൾ പലതരത്തിലുള്ള പാർട്ട്ണർഷിപ്പ് ആവാം. ജനറൽ ഓർ ഓർഡിനറി പാർട്ട്നേഴ്സ്. ജനറൽ അല്ലെ ഓർഡിനറി പാർട്ട്നേഴ്സ് എന്ന് പറഞ്ഞാൽ പാർട്ടിസിപ്പേറ്റ് ഇൻ വർക്കിംഗ് ഓഫ് ഫേം ആൻഡ് റെസ്പോൺസിബിൾ ഫോർ എവറിത്തിങ്. അതായത് ഞാനും എൻ്റെ ഫ്രണ്ടും കൂടി ഒരു ബേക്കറി തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാനും അവനും ബേക്കറിന്റെ കംപ്ലീറ്റ് എല്ലാ വർക്കിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും ഞാനും അവനും കൂടിയാണ് സഹകരിച്ച് കാര്യങ്ങൾ ചെയ്യുന്നതെങ്കിൽ ഞങ്ങൾ ജനറൽ അല്ലെ ഓർഡിനറി പാർട്ട്ണറാണ്. ഞങ്ങൾ കാശ് വിട്ടിട്ടുണ്ട്, ഞങ്ങൾ എല്ലാ കാര്യങ്ങളും മാനേജിങ് വർക്ക് എല്ലാം ഒരുമിച്ച് നമ്മൾ രണ്ടുപേരും കൂടി ചെയ്യുന്നെങ്കിൽ ജനറൽ അല്ലെ ഓർഡിനറി പാർട്ട്നേഴ്സ് ആണ് ഞങ്ങൾ രണ്ടുപേരും. ആക്റ്റീവ് ഓർ മാനേജിങ് പാർട്ട്ണർ takes active part in business and manages affairs. He receives the share of profit and additional salary for it. അതായത് ഇപ്പൊ ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും കൂടി ഹോട്ടൽ തുടങ്ങി വിചാരിക്കാം. ഞാൻ ഒരു 10 lakhs ഇട്ടു, അവനും ഒരു 10 lakhs ഇട്ടു എന്ന് വിചാരിച്ചു. ഓക്കെ, ഇനി ആ ഹോട്ടലിൽ ക്യാഷ്യർ ആയിട്ടും കൂടി ഞാൻ ഇരിക്കുന്നുണ്ട്. ഓക്കെ, ഞാൻ കാശിട്ടത് മാത്രമല്ല ഞാൻ ആ ഹോട്ടലിൽ ക്യാഷ്യർ ആയിട്ടും ഇരിക്കുന്നുണ്ട്. അവൻ പക്ഷെ ക്യാഷ്യർ ആയിട്ടൊന്നും ഇരിക്കില്ല, അവൻ കാശ് മാത്രമേ ഇട്ടുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരു ആക്റ്റീവ് അല്ലെ മാനേജിങ് പാർട്ട്ണറാണ്. കാരണം ഞാൻ ക്യാഷും ഇട്ട് കൂടാതെ ഒരാളുടെ പണിയും എടുക്കുന്നുണ്ട്. അങ്ങനെ ആകുമ്പോൾ എനിക്ക് എത്രയാണോ ലാഭം കിട്ടിയ അതിന്റെ പകുതി ഞാൻ എടുക്കും, പകുതി അവൻ എടുക്കും. അതുകൂടാതെ ഒരാളുടെ സാലറിയും എനിക്ക് തരണം.
കാരണം ഞാൻ ഒരാളുടെ പണി എടുക്കുന്നുണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ എന്നെ ആക്റ്റീവ് അല്ലെ മാനേജിങ് പാർട്ട്ണർ എന്ന് പറയും. ഇനി ലിമിറ്റഡ് പാർട്ട്ണർ ഓർ സ്ലീപ്പിംഗ് ഓർ ഡോർമെന്റ് പാർട്ട്ണർ. അതായത് ഇപ്പൊ ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും, അതായത് ഈ ആക്റ്റീവ് അല്ലെ മാനേജിങ് പാർട്ട്ണറിൽ അവൻ ക്യാപിറ്റൽ ഇട്ടു, ഹോട്ടലിലെ മാനേജിങ് കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യുന്ന പോലെ തന്നെ അവനും ചെയ്യുന്നുണ്ടാവും, പക്ഷെ അവനൊരു വർക്കറായിട്ട് വർക്ക് ചെയ്യുന്നില്ല. ഓക്കെ, മാനേജിങ് കാര്യങ്ങൾ മാത്രമേ അവൻ നോക്കുന്നുള്ളൂ, അവനും ഞാനും. പക്ഷെ ഞാൻ ക്യാഷറായിട്ടും ഇരിക്കുന്നുണ്ട്, ആക്റ്റീവ് അല്ലെ മാനേജിങ് പാർട്ട്ണർ, ഒരു വർക്കറിന്റെ പണിയും എടുക്കുന്നുണ്ട്. ലിമിറ്റഡ് പാർട്ട്ണർ, സ്ലീപ്പിംഗ് ഓർ ഡോർമെന്റ് പാർട്ട്ണർ എന്ന് പറഞ്ഞാൽ, ഇപ്പം ഞാനും എൻ്റെ ഫ്രണ്ട് തന്നെ ബിസിനസ് തുടങ്ങിയാൽ അവൻ കാശ് മാത്രം ഇടുന്നു, വേറെ ഒരു കാര്യവും തിരിഞ്ഞു നോക്കുന്നില്ല, ബാക്കി എല്ലാം ഞാനാ ചെയ്യുന്നതെങ്കിൽ അവൻ ലിമിറ്റഡ് പാർട്ട്ണറാ, അല്ലെ സ്ലീപ്പിംഗ് പാർട്ട്ണർ, അല്ല ഡോർമെന്റ് പാർട്ട്ണർ. ഈ ഡസൻ ടേക്ക് പാർട്ട് ഇൻ ബിസിനസ്സിന് യാതൊരു കാര്യങ്ങളും അവൻ ഇടപെടുന്നില്ല, അവൻ കാശ് ഇട്ടെന്നല്ലാതെ വേറെ ഒന്നും അവൻ അറിയുന്നില്ല. അങ്ങനെയാണെങ്കിൽ അവൻ ലിമിറ്റഡ് പാർട്ട്ണർ. നോമിനൽ പാർട്ട്ണർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ കാശ് കൂടൂല, ബിസിനസ്സിൽ ഒരു കാര്യവും നോക്കൂല, ബിസിനസ്സിൽ ഒരു വർക്കറായിട്ട് വർക്കും ചെയ്യുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല. അങ്ങനത്തെ ഒരു പാർട്ട്ണർ ഞാൻ നോമിനൽ പാർട്ട്ണർ എന്ന് പറയാം. ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഞങ്ങൾ തുടങ്ങിയ ബിസിനസ്സിന്റെ പരസ്യത്തില്, അല്ലെങ്കിൽ പരസ്യമല്ല, ഫ്രീ ആയിട്ട്, പരസ്യം തന്നെ, അഡ്വർടൈസ്മെന്റ് ഫ്രീ ആയിട്ട്, ഇപ്പൊ ഒരു ആക്ടർ ഫ്രീ ആയിട്ട് അതിന്റെ അഡ്വർടൈസിങ് ചെയ്യുന്നു വിചാരിച്ചോ, അയാളെ അത്രയും വലിയ ബ്രാൻഡാന്ന് വിചാരിക്കും, ഷാരൂഖ് ഖാൻ വിചാരിച്ചോ. ഓക്കെ, ഷാരൂഖ് ഖാൻ വന്നിട്ട് എന്റെ ബിസിനസ്സിനെ ഭയങ്കരമായിട്ട് അഡ്വർടൈസ് ചെയ്യുന്നു. ഓക്കെ, സോ ഈ പറയുന്ന ആക്ടർ എന്റെ ബിസിനസ്സിൽ ഒന്നും കാശ് ഇട്ടിട്ടില്ല, എന്റെ ബിസിനസ് നടത്താൻ വേണ്ടിയിട്ട്, മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പണിയും ചെയ്യുന്നില്ല, എന്റെ ബിസിനസ്സിൽ ഒരു വർക്കറായിട്ടും വർക്ക് ചെയ്യുന്നില്ല, പക്ഷെ അയാളുടെ ബ്രാൻഡ് വാല്യൂ യൂസ് ചെയ്തിട്ട് അയാൾ എന്റെ ബിസിനസ്സിനെ പ്രൊമോട്ട് ചെയ്യുന്നു. ഓക്കെ, അങ്ങനത്തെ ഒരു പാർട്ട്ണറിനെ നോമിനൽ പാർട്ട്ണർ എന്ന് പറയും. അയാൾക്കും എന്തെങ്കിലും ഇത് പ്രോഫിറ്റിന്റെ ഷെയർ കൊടുക്കേണ്ടി വരും. അങ്ങനത്തെ ഒരു പാർട്ട്ണർ നോമിനൽ പാർട്ട്ണർ. ഇനി അടുത്ത മൈനർ പാർട്ട്ണർ. ഏജ് ഓഫ് മെച്യൂരിറ്റി എത്താത്ത ഒരു ആള് പാർട്ട്ണർഷിപ്പിൽ അങ്ങനെ ഒരാളുണ്ടെങ്കിൽ ആളിനെ മൈനർ പാർട്ട്ണർ എന്ന് പറയും. ഓക്കെ, ഇനി അപ്പൊ നമ്മൾ 2 ടൈപ്പ് ഓഫ് പാർട്ട്ണർഷിപ്പ് പഠിച്ചു. സോൾ പ്രൊപ്പറേറ്റർഷിപ്പും പാർട്ട്ണർഷിപ്പും, ഇവർ തമ്മിൽ ഡിഫറൻസ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ആ ഡിഫറൻസിനെ തന്നെ ഞാൻ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും ആയിട്ട് എഴുതിയിരിക്കുന്നത്. സോൾ പ്രൊപ്പറേറ്റർഷിപ്പിന്റെ അഡ്വാൻറ്റേജ് ഇവിടെ എഴുതിയിരിക്കുന്നത്, ഡിസഡ്വാൻറ്റേജ് ഇവിടെ എഴുതിയിരിക്കുന്നത്. പാർട്ട്ണർഷിപ്പിന്റെ ഡിസഡ്വാൻറ്റേജ് ഇവിടെ എഴുതിയിരിക്കുന്നത്, അഡ്വാൻറ്റേജ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇവർ തമ്മിലുള്ള ഡിഫറൻസ് കോളത്തിനകത്ത് ഇങ്ങനെ ഇരിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, സോൾ പ്രൊപ്പറേറ്റർഷിപ്പ് തുടങ്ങാൻ ഒരൊറ്റ ആൾ മതി. അതൊരു വൺ മാൻ ബിസിനസ്സാണ്. പാർട്ട്ണർഷിപ്പ് തുടങ്ങണമെങ്കിൽ മിനിമം 2 ആൾക്കാർ വേണം, മാക്സിമം 10 ആൾക്കാർ. ബാങ്കിങ് സെക്ഷൻ ആണെങ്കിൽ, നോൺ ബാങ്കിങ് സെക്ഷൻ ആണെങ്കിൽ മിനിമം 2ഉം മാക്സിമം 20ഉം വേണം. അതാണ് മെയിൻ ഡിഫറൻസ്. ഒരു ഡിഫറൻസ്. സോൾ പ്രൊപ്പറേറ്റർഷിപ്പിൽ തുടങ്ങാൻ കാശ് കുറവ് മതി, ക്യാപിറ്റൽ കുറവ് മതി. ഇവിടെ കൂടുതൽ വേണം. ഇവിടെ എഗ്രിമെന്റ് ഒന്നും തന്നെ എഴുതില്ല, കാരണം ഞാനാണ് ഫുൾ അതിന്റെ ഓണർ. അപ്പൊ ഞാൻ വേറെ ആരും കൂടെ അഗ്രിമെന്റ് ചെയ്താണ്, എനിക്ക് വേറെ ആരും കൂടെ അഗ്രിമെന്റ് ചെയ്തേണ്ട കാര്യമില്ല. അഗ്രിമെന്റ് ഇല്ല. ഇവിടെ പാർട്ട്ണർഷിപ്പ് ഡീഡ് ഉണ്ട്. ബിസിനസ് സീക്രസി ഉണ്ട് സോൾ പ്രൊപ്പറേറ്റർഷിപ്പിൽ. പാർട്ട്ണർഷിപ്പിൽ ബിസിനസ് സീക്രസി കുറവാണ്. ഓക്കെ, എനിക്ക് എന്റെ കാര്യം വേറെ ആരും ബോധിപ്പിക്കേണ്ട കാര്യമില്ല സോൾ പ്രൊപ്പറേറ്റർഷിപ്പ് ആണെങ്കിൽ. പാർട്ട്ണർഷിപ്പ് ആണെങ്കിൽ എന്റെ പാർട്ട്ണറിന് ഞാൻ ആ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണം, അപ്പൊ ബിസിനസ് സീക്രസി കുറയും. സോൾ പ്രൊപ്പറേറ്റർഷിപ്പിലെ ഡിസിഷൻ ക്വിക്ക് ആയിട്ട് എടുക്കാം, പാർട്ട്ണർഷിപ്പിൽ അത്ര ക്വിക്ക് ആയിട്ട് എടുക്കാൻ പറ്റില്ല. എനിക്കിപ്പോ പെട്ടെന്ന് ഒരു 5 ലക്ഷം ഇൻവെസ്റ്റ് ചെയ്യണം, എന്റെ ബിസിനസ് ഒന്ന് പെട്ടെന്ന് വലുതാക്കണം, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും തീരുമാനം എടുക്കണമെങ്കിൽ എനിക്ക് പെട്ടെന്ന് എടുക്കാം. മറ്റേ പാർട്ട്ണറിന്റെ അടുത്തും കൂടി ചോദിച്ചിട്ട് എടുക്കാൻ പറ്റും. ഇവിടെ പ്രോഫിറ്റ് ഫുൾ എനിക്കുള്ളതാ സോൾ പ്രൊപ്പറേറ്റർഷിപ്പിൽ. പാർട്ട്ണർഷിപ്പ് ആണെങ്കിൽ 2 പാർട്ട്നേഴ്സും കൂടി ഇല്ല. ഇവിടെ സെൻട്രലൈസ്ഡ് അഡ്മിനിസ്ട്രേഷൻ, ഇവിടെ സെൻട്രലൈസ്ഡ് അഡ്മിനിസ്ട്രേഷൻ അല്ല. സെൻട്രലൈസ്ഡ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ ഒരാളായിരിക്കും കംപ്ലീറ്റ് അതോറിറ്റി. പാർട്ട്ണർഷിപ്പിൽ 2 പേരുണ്ടാവുമല്ലോ, 2ഓ അതിൽ കൂടുതലോ കേട്ടോ. ഡിസഡ്വാൻറ്റേജിലേക്ക് പോകുകയാണെങ്കിൽ സോൾ പ്രൊപ്പറേറ്റർഷിപ്പ് റിസ്ക് കൂടുതലാണ്, മറ്റേ റിസ്ക് കുറവാണ്. കാരണം ബിസിനസ് ഫ്ലോപ്പ് ആയി കഴിഞ്ഞാൽ മൊത്തം കാശ് പോകും ഓണറിന്റെ അടുത്ത്. മറ്റേത് 2 പേരിന്റെ അടുത്തും ഈക്വൽ റിസ്ക് അല്ലേ, അപ്പോ കാശ് 2 പേർക്കും നഷ്ടം വരും. അൺസർട്ടനിറ്റി, ഇപ്പൊ ഓണർ മരിച്ചു പോയി കഴിഞ്ഞാൽ പിന്നെ ആർക്കാണ് ഈ ബിസിനസ്? അതിൽ പല അൺസർട്ടനിറ്റി ഉണ്ടാവും. അയാൾ എഴുതി വെച്ചിട്ടില്ലെങ്കിൽ ഇത് ആർക്ക് പോകും, ആരായിരിക്കും ബിസിനസ്, അങ്ങനെ ലീഗൽ പ്രശ്നങ്ങളുണ്ട്. ഇവിടെ പ്രശ്നങ്ങളൊന്നുമില്ല, കാരണം 2 ഓണർമാരുണ്ട്, ഒരാൾ ഇല്ലാതായി കഴിഞ്ഞാൽ മറ്റേ ആളുണ്ട്. ഇവിടെ ഗ്രോത്ത് ലിമിറ്റഡാ സോൾ പ്രൊപ്പറേറ്റർഷിപ്പിൽ, കാരണം ക്യാപിറ്റൽ ലിമിറ്റഡാ.
മണി ഇൻവോൾവ് ലിമിറ്റഡ് ആ പാർട്ട്ണർഷിപ്പിൽ കുറച്ചും കൂടി കാശ് കൂടുതൽ, അതുകൊണ്ട് ഗ്രോത്ത് കുറച്ചും കൂടി ഹൈ ആ. ഇത് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രികൾക്ക് പറ്റിയ, ഇത് ലാർജ് സ്കെയിൽ അല്ലെങ്കിൽ മീഡിയം സ്കെയിൽ ഇൻഡസ്ട്രികൾക്ക് പറ്റിയ. ഇവിടെ മ്യൂച്വൽ സോൾ പ്രൊപ്പറേറ്റർഷിപ്പിൽ മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിംഗ് ഒന്നും വേണ്ട, ഞാൻ ഒരാൾ മാത്രം തീരുമാനങ്ങളെല്ലാം എടുത്താൽ മതി. പാർട്ട്ണർഷിപ്പിൽ മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിംഗ് വേണം രണ്ട് പാർട്ട്നേഴ്സ് തമ്മിൽ, നല്ല ബിസിനസ് മേലേക്ക് മുമ്പോട്ട് പോകും. ഇനി അപ്പൊ നമ്മൾ സോൾ പ്രൊപ്പറേറ്റർഷിപ്പ് കണ്ടു, അത് കഴിഞ്ഞിട്ട് പാർട്ട്ണർഷിപ്പ് പഠിച്ചു. ഇനി അടുത്ത് മൂന്നാമത്തെ ജോയിന്റ് സ്റ്റോക്ക് കമ്പനിയാണ്. ജോയിന്റ് സ്റ്റോക്ക് കമ്പനി എന്ന് പറഞ്ഞാൽ ഇപ്പൊ പാർട്ട്ണർഷിപ്പിൽ നമ്മൾ പാർട്ട്ണർഷിപ്പ് എന്തിനാ തുടങ്ങിയത്? സോൾ പ്രൊപ്പറേറ്റർഷിപ്പിൽ ഇൻവോൾവ് ആയിട്ടുള്ള ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് അല്ലെങ്കിൽ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ കുറവാണ്. അത് കുറച്ചുകൂടി കൂടുതലാക്കാൻ വേണ്ടിയിട്ട് പാർട്ട്ണർഷിപ്പ് തുടങ്ങി. അതിനെക്കാട്ടും കുറച്ചും കൂടി വിപുലമാക്കി തുടങ്ങണമെങ്കിൽ നമ്മൾ ജോയിന്റ് സ്റ്റോക്ക് കമ്പനി വേണം. അപ്പൊ ഇത് തുടങ്ങാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം അതാണ്. ഓക്കെ, റേസിംഗ് ക്യാപിറ്റൽ, ഫിനാൻസ് ലിമിറ്റഡാ, പിന്നെ സെൻട്രലൈസ്ഡ് മാനേജ്മെന്റ് പ്രശ്നങ്ങൾ, പിന്നെ ലയബിലിറ്റിയും റിസ്ക് ഒക്കെ കൂടുതലാണ് മറ്റേ പാർട്ട്ണർഷിപ്പിനകത്ത്. അതിന്റെ അത് ഇപ്പൊ രണ്ട് പാർട്ട്നേഴ്സ് ആണെന്നുണ്ടെങ്കിൽ രണ്ടുപേർക്ക് കംപ്ലീറ്റ് റിസ്ക്, എത്രത്തോളം ആൾക്കാർ കൂടുന്നു അത്രത്തോളം റിസ്ക് കുറയും. ജോയിന്റ് സ്റ്റോക്ക് കമ്പനിയിൽ ആൾക്കാരെ കൂട്ടാം അതിനനുസരിച്ച്. അപ്പൊ ഇതിനകത്ത് ഓരോ ഇൻഡിവിജ്വലിനെയും പറയുന്ന പേര് ഷെയർ ഹോൾഡർ എന്നാണ്. ഓക്കെ, ആരാണോ ബിസിനസ് തുടങ്ങാൻ വേണ്ടിയിട്ട് കംപ്ലീറ്റ് ഇനിഷ്യേറ്റീവ് എടുത്തിട്ട് കാര്യങ്ങളൊക്കെ ചെയ്തു തുടങ്ങിയത് ആദ്യം, അയാളെ പ്രൊമോട്ടർ എന്ന് പറയും. ഓക്കെ, ഇവിടെ കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്ന ഒരു ബോർഡ് ഓഫ് ഡയറക്ടേഴ്സാണ്. കുറെ ആൾക്കാർ, ഒരുപാട് ആൾക്കാരുണ്ടെങ്കിൽ അവരെല്ലാവരും കൂടി ചേർന്നിട്ട് ഒരു ബോർഡ് തീരുമാനിച്ചിട്ടുണ്ടാവും, ഒരു ബോർഡ് ഉണ്ടാക്കിയിട്ടുണ്ടാവും. ആ ബോർഡ് കംപ്ലീറ്റ് ആയിട്ടായിരിക്കും തീരുമാനങ്ങൾ എടുക്കുന്നത്. ഓക്കെ, അത് പോളിസി, കമ്പനീന്റെ പോളിസി ഉണ്ടാക്കുന്നതായിക്കോട്ടെ, ടെക്നിക്കൽ ഡിസിഷൻ ആയിക്കോട്ടെ, ഫിനാൻഷ്യൽ ഡിസിഷൻ ആയിക്കോട്ടെ, എല്ലാം ബോർഡ് ആയിരിക്കും തീരുമാനിക്കുന്നത്. രണ്ട് ടൈപ്പ് ഓഫ് ജോയിന്റ് സ്റ്റോക്ക് കമ്പനീസ് ഉണ്ട്, പ്രൈവറ്റ് ഉണ്ട്, പബ്ലിക് ഉണ്ട്. പ്രൈവറ്റ് എന്ന് പറഞ്ഞാൽ റിലേറ്റീവ്സും ഫ്രണ്ട്സും എല്ലാവരും കൂടി ചേർന്ന് തുടങ്ങുന്നത്. പബ്ലിക് എന്ന് പറഞ്ഞാൽ ജനറൽ പബ്ലിക്, ആർക്ക് വേണമെങ്കിൽ തുടങ്ങാം, കാശില്ല ആർക്ക് വേണമെങ്കിൽ വന്നിട്ട് ജോയിൻ ചെയ്തിട്ട് കമ്പനി തുടങ്ങാം, എല്ലാവർക്കും കൂടി തുടങ്ങാം. അതാണ് പ്രൈവറ്റും പബ്ലിക്കും തമ്മിലെ പ്രധാന വ്യത്യാസം. ഇപ്പൊ രണ്ടാമത്തെ ഒരു പ്രധാന വ്യത്യാസം എന്ന് പറഞ്ഞാൽ പ്രൈവറ്റില് ഈ പ്രോസ്പെക്ടസ്, അക്കൗണ്ട്സ്, ബാലൻസ് ഷീറ്റ് ഇതൊന്നും പബ്ലിക്കിലേക്ക് എക്സ്പോസ് ചെയ്യേണ്ട കാര്യമില്ല. ഓക്കെ, ജനറൽ പബ്ലിക്കിന്റെ മുമ്പിൽ എക്സ്പോസ് ചെയ്യേണ്ട കാര്യമില്ല. ആരൊക്കെയാ ഫ്രണ്ട്സും റിലേറ്റീവ്സും കൂടി തുടങ്ങിയാണെങ്കിൽ അവര് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അറിഞ്ഞിരുന്നാൽ മതി, പുറമേത്തെ പബ്ലിക്കിനെ അറിയിക്കേണ്ട കാര്യമില്ല. പക്ഷെ ഇവിടെ പബ്ലിക് ലിമിറ്റഡ് ജോയിന്റ് സ്റ്റോക്ക് കമ്പനി ആണെങ്കിൽ അവിടെ രജിസ്ട്രാർ ഓഫ് ജോയിന്റ് സ്റ്റോക്ക് കമ്പനി along with consent of director, list of director, director contract etc is to be submitted. അതായത് പബ്ലിക്കിലേക്ക് അത് പോകുന്നുണ്ട്, നമ്മളെ ബാലൻസ് ഷീറ്റും ലാഭവും മറ്റേതെല്ലാം കുറച്ചും കൂടി പബ്ലിക് എക്സ്പോഷർ ഉണ്ട് അതിന്. ഇനി പ്രൈവറ്റ് ലിമിറ്റഡ് ജോയിന്റ് സ്റ്റോക്ക് കമ്പനിയും പബ്ലിക് ജോയിന്റ് സ്റ്റോക്ക് കമ്പനിയും തമ്മിലുള്ള വ്യത്യാസം നോക്കാം. പ്രൈവറ്റില് മിനിമം രണ്ടാൾക്കാരെ മാക്സിമം 50 ആൾക്കാരെ പറ്റും. ഇവിടെ മിനിമം 7 ആൾക്കാരോ മാക്സിമം എത്ര വേണേ ആവാം. ക്യാപിറ്റൽ കുറവാണ് ഇവിടെ ക്യാപിറ്റൽ കൂടുതലാണ്. ഇവിടെ അഗ്രിമെന്റിന്റെ ആവശ്യമില്ല, ഇവിടെ പാർട്ട്ണർഷിപ്പ് ഡീഡ് വേണം. ഇവിടെ സീക്രസി ഒരുവിധം ആ റിലേറ്റീവ്സും ഫ്രണ്ട്സും തമ്മിൽ സീക്രസി മെയിൻറ്റെയിൻ ചെയ്യുക, ഇവിടെ സീക്രസി എക്സ്പോസ് ചെയ്യേണ്ടി വരും. ഇവിടെ ഡിസിഷൻ പെട്ടെന്ന് എടുക്കാം, ഡിസിഷൻ എടുക്കാൻ ബുദ്ധിമുട്ടാണ്. ഫുൾ പ്രോഫിറ്റ് ഓണർ എൻജോയ് ചെയ്യുന്നു, ഇവിടെ ഫുൾ പ്രോഫിറ്റ് ഷെയർഡ് ബിറ്റ്വീൻ ഓണേഴ്സ്. അത് രണ്ടെണ്ണത്തിലും ഏകദേശം ഒരേപോലെ. സെൻട്രലൈസ്ഡ് അഡ്മിനിസ്ട്രേഷൻ ഇവിടെ പോസിബിളാ, ഇവിടെ പോസിബിൾ അല്ല. മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് കുറച്ചും കൂടി ഉണ്ടാവും, കാരണം ഫ്രണ്ട്സും റിലേറ്റീവ്സും ആണ്. ഇവിടെ കുറച്ചും കൂടി കുറവായിരിക്കും. ഇവിടെ റിസ്ക് കൂടുതലാണ്, ഇവിടെ റിസ്ക് കുറവാണ്, കാരണം അൺലിമിറ്റഡ് ആൾക്കാർ വരെ പാർട്ട്നേഴ്സ് ആണ്. ഇവിടെ 50 പറ്റും. അൺസർട്ടൻ ബിസിനസ് ഓണറും മരിച്ചു പോയി കഴിഞ്ഞാൽ ചെറിയൊരു അൺസർട്ടനിറ്റി ഉണ്ടാവും. ഇതിന്റെ കേസിൽ ഇവിടെ ഒരു അൺസർട്ടനിറ്റി ഇല്ല, എല്ലാം കൃത്യം ഇതാണ്. ഇവിടെ ലിമിറ്റഡ് ക്യാപിറ്റൽ, ഇവിടെ കുറച്ചും കൂടി ക്യാപിറ്റൽ കുറച്ചും കൂടി കൂടുതലായിരിക്കും, കാരണം അൺലിമിറ്റഡ് പീപ്പിൾസ് വരെ ആവാം. സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രി, ലാർജ് സ്കെയിൽ ഇൻഡസ്ട്രിക്ക് വേണ്ടി സൂട്ടഡ് ആണ്. ഇനി വീണ്ടും നമ്മൾ സോൾ പ്രൊപ്പറേറ്റർഷിപ്പ് പഠിച്ച്, പാർട്ട്ണർഷിപ്പ് പഠിച്ച്, ജോയിന്റ് സ്റ്റോക്ക് കമ്പനി പഠിച്ച്. അപ്പൊ നമ്മൾ ഒന്നും കൂടി പാർട്ട്ണർഷിപ്പും ജോയിന്റ് സ്റ്റോക്ക് കമ്പനി തമ്മിൽ എന്തൊക്കെയാ വ്യത്യാസം നോക്കാം. ആദ്യം തന്നെ എണ്ണം. ഇവിടെ മിനിമം ബാങ്കിങ് ആണെങ്കിൽ ഇവിടെ മിനിമം 2 മാക്സിമം 10. ഇവിടെ പ്രൈവറ്റ് ജോയിന്റ് സ്റ്റോക്ക് ആണെങ്കിൽ മിനിമം 2 മാക്സിമം 10. ഇവിടെ നോൺ ബാങ്കിങ് ബിസിനസ് ആണെങ്കിൽ മിനിമം 2 മാക്സിമം 20. ഇവിടെ 7 അൺലിമിറ്റഡ്. പാർട്ട്ണർഷിപ്പ് മീഡിയം സ്കെയിൽ ഇൻഡസ്ട്രിക്ക് പറ്റിയ, ഇത് ലാർജ് സ്കെയിൽ ഇൻഡസ്ട്രിക്ക്. ഇത് പാർട്ട്നേഴ്സ് ആണ് മാനേജ് ചെയ്യുന്നത്, ഇവിടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആണ് മാനേജ് ചെയ്യുന്നത്. ഇവിടെ സീക്രസി കുറച്ചും കൂടി മെയിൻറ്റെയിൻ ചെയ്യുക, ഇവിടെ സീക്രസി വളരെ കുറവാണ്, കാരണം കൂടുതൽ ആൾക്കാർ ഇവിടെ മാക്സി 20 അല്ലേ പറ്റൂ ഇതിൻ്റെ അകത്ത്.
മാക്സിമം 10 അല്ലെ 20. ഇവിടെ 50 അല്ലെങ്കിൽ ലിമിറ്റ്ലെസ് ആൾക്കാരെ ജോയിൻ ചെയ്യും. അതുകൊണ്ട് സീക്രസി കുറവായിരിക്കും. ഇവിടെ ടീം സ്പിരിറ്റ് കൂടുതലാണ്, ഇവിടെ ടീം സ്പിരിറ്റ് കുറവായിരിക്കും. കാരണം ആൾക്കാർ കൂടുന്നതനുസരിച്ച് ടീം സ്പിരിറ്റ് പൊതുവേ കുറയും. പാർട്ട്നേഴ്സ് ഹാവ് ടു കോൺട്രിബ്യൂട്ട്. ഇവിടെ ക്യാപിറ്റൽ ഇനി ഈ മൊത്തം തുടങ്ങാനുള്ള ആ മൊത്തം കാശ് ഇടുന്നത് പാർട്ട്നേഴ്സ് ആണ്. ഇവിടെ ഷെയർ ഹോൾഡേഴ്സ് ആണ് ഇടുന്നത്. ഇവിടെ ക്യാപിറ്റൽ കുറവാണ്, ഇവിടെ ക്യാപിറ്റൽ കൂടുതലാണ്. ആൾക്കാർ എണ്ണം കൂടുന്നതനുസരിച്ച് ക്യാപിറ്റൽ കൂട്ടാം. പിന്നെ അൺസർട്ടനിറ്റി ഇവിടെ കുറച്ചും കൂടി കുറയും, ഇവിടെ കുറച്ചും കൂടി കൂടുതലാണ്. കാരണം അത്രയും ആൾക്കാരുണ്ടല്ലോ. ഇവിടെ റിസ്ക് കൂടുതലാ, ഇവിടെ റിസ്ക് കുറവാ. കാരണം ഇവിടെ ആൾക്കാർ കുറവായത് കൊണ്ട് എന്ത് നഷ്ടം വന്നു കഴിഞ്ഞാൽ ആ കുറഞ്ഞ ആൾക്കാർ തമ്മിൽ നഷ്ടം ഷെയർ ചെയ്യുന്നുണ്ട്. ഇവിടെ ആൾക്കാർ കൂടുതലായത് കൊണ്ട് റിസ്ക് കുറവാണ്. ഇനി ലാസ്റ്റ് ടൈപ്പ് ഓഫ് ഓണർഷിപ്പ് എന്ന് പറഞ്ഞാൽ കോപ്പറേറ്റീവ് സൊസൈറ്റിയാണ്. കോപ്പറേറ്റീവ് സൊസൈറ്റിന്റെ ഒരു പ്രധാന എയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോഫിറ്റ് അല്ല അവരുടെ എയിം. ഏതൊരു ബിസിനസ്സിനും പൊതുവെ പ്രോഫിറ്റ് ആയിരിക്കും, പക്ഷെ കോപ്പറേറ്റീവ് സൊസൈറ്റിന്റെ മെയിൻ എയിം എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റ് അല്ല. അവരുടെ മെയിൻ എയിം എന്ന് പറഞ്ഞാൽ ഗുഡ്സും സർവീസും ആ സൊസൈറ്റിയിലെ മെമ്പേഴ്സിനും മറ്റു ആൾക്കാർക്കും ഏറ്റവും കുറഞ്ഞ കാശിൽ എത്തിച്ചു കൊടുക്കുക. ഒരു സർവീസ് ആണ് കൂടുതലും, ഒരു സർവീസ് ഓറിയന്റഡ് ആയിട്ടുള്ളതാണ് കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറഞ്ഞാൽ. മിനിമം 10 ആൾക്കാരും മാക്സിമം അൺലിമിറ്റഡ് ആൾക്കാരും ആവാം. ഇത് രജിസ്ട്രാർ ഓഫ് കോപ്പറേറ്റീവ്സിന് അപ്ലിക്കേഷൻ കൊടുത്തിട്ടേ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അവരെ അക്സെപ്റ്റ് ചെയ്യണം. ഇനി ലോസ് അത് കൊടുത്തു കഴിഞ്ഞാൽ ഇവരുടേതായ നിയമങ്ങൾ ഫ്രെയിം ചെയ്യാം, ഡയറക്ടേഴ്സിനെ സെലക്ട് ചെയ്യണം, ലൈസൻസ് ഇഷ്യൂ ചെയ്യണം, ലൈസൻസ് കിട്ടണം. ഇതൊക്കെ കഴിഞ്ഞിട്ടേ കോപ്പറേറ്റീവ് സൊസൈറ്റി തുടങ്ങാൻ പറ്റും. അഡ്വാൻറ്റേജസ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി: വീക്കർ സെക്ഷൻ ഗെറ്റ്സ് ബെനിഫിറ്റഡ്. ഓക്കെ, കാരണം ഇവരെന്താ ചെയ്യുക, ബൾക്കായിട്ട് പർച്ചേസ് ചെയ്യും എന്നിട്ട് വിൽക്കുക ചെയ്യാം. ഈ മിഡിൽ മാൻ ഉണ്ടാവില്ലേ, നമുക്കിപ്പോൾ സാധാരണ നമ്മളിപ്പോൾ ഒരാള് വേറൊരു സ്ഥലത്ത് നിന്ന് സാധനം മേടിച്ചു കൊണ്ടുവരുന്നു. മെയിൻ ഇപ്പൊ എവിടെയാണെന്ന് സാധനം, ഇപ്പോൾ ഒരു 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 സോപ്പ് ഇൻഡസ്ട്രി ആണ് വിചാരിച്ചു. നിങ്ങൾ സോപ്പ് ഉണ്ടാക്കുന്ന ആ ഇൻഡസ്ട്രിയിൽ നിന്ന് ബൾക്കായിട്ട് കുറെ ആൾക്കാർ മേടിച്ചു കൊണ്ടുപോകും. ആ ബൾക്കായിട്ടുള്ള ആൾക്കാരുടെ അടുത്ത് നിന്ന് ചെറിയ ചെറിയ ഷോപ്പുകാർ എല്ലാവരും വാങ്ങിച്ചു കൊണ്ടുപോവുക അല്ലെ, അങ്ങനെയല്ല നടക്കുക. അപ്പൊ ഈ ബൾക്കായിട്ട് മേടിക്കുന്ന ആൾക്കാർ ഒരു പ്രൈസ് വീണ്ടും ഒരു 5 രൂപയ്ക്കാണ് ശരിക്കും ഇത് ഉണ്ടാക്കുന്നതെങ്കിൽ ഈ ബൾക്കായിട്ട് മേടിച്ചു കൊണ്ടുപോകുന്ന ആൾക്കാർ അവരുടെ ലാഭം എല്ലാം നോക്കിയിട്ട് അതിനെ ചിലപ്പോൾ 7 രൂപയാക്കിയിട്ടായിരിക്കും കടക്കാർക്ക് കൊടുക്കുന്നത്. പക്ഷെ അതേ സമയത്ത് കടക്കാർ നേരിട്ട് ഷോപ്പ് ഉണ്ടാക്കുന്ന സ്ഥലത്ത് പോയിട്ട് മേടിക്കുകയാണെങ്കിൽ ബൾക്ക് പർച്ചേസ് നടക്കുകയാണെങ്കിൽ ഇവർക്ക് ഒരു സോപ്പിന് മുകളിൽ 2 രൂപ ലാഭം കിട്ടി. അതാണ് ഇവിടെയും ചെയ്യുന്നത്. കോപ്പറേറ്റീവ് സൊസൈറ്റി ബൾക്കായിട്ട് പർച്ചേസ് ചെയ്തിട്ട് ആ ഇന്റർമീഡിയറ്റ് നടുവിൽ കളിക്കുന്ന ആൾക്കാരെ ഒഴിവാക്കിയിട്ട് നേരിട്ട് പർച്ചേസ് ചെയ്യാനും അതുകൊണ്ട് അതിൻ്റെതായ ലാഭം ഉണ്ടാവും. അപ്പൊ ഇത് വീക്കർ ആയിട്ടുള്ള സെക്ഷൻസിനെ ബെനിഫിറ്റ് ചെയ്യും. ഓക്കെ, കാരണം പല ഗുഡ്സ് കുറഞ്ഞ പ്രൈസിൽ കിട്ടുന്നുണ്ടല്ലോ, ഈസി ഫോർമേഷൻ, വലിയ പ്രയാസമില്ല. ലയബിലിറ്റി ലിമിറ്റഡ് ആ, കാരണം കുറെ ആൾക്കാരുണ്ട്. ഡെമോക്രാറ്റിക് ഫോം ഓഫ് ഓണർഷിപ്പ്, അതായത് ഓണർഷിപ്പ് ഇങ്ങനെ ഡെമോക്രസി പോലെ തന്നെ സെലക്ട് ചെയ്തിട്ട് ഒക്കെ എടുക്കുന്നതാണ്. മിഡിൽ മാൻസ് പ്രോഫിറ്റ് ലിമിറ്റഡ്, ഞാൻ പറഞ്ഞു നടുവിലത്തെ ആൾക്കാരെ ഒഴിവാക്കി നേരിട്ട് പർച്ചേസ് ചെയ്യാം. സർവീസ് മോട്ടീവ് ആണ്, പ്രോഫിറ്റ് അല്ല മെയിൻ, സർവീസ് ആണ് മെയിൻ ഉദ്ദേശം. കൺട്രോൾ ആൻഡ് സൂപ്പർവിഷൻ സ്റ്റേറ്റ് ആണ് നടക്കുന്നത്. ഓക്കെ, സോ ദീസ് ആർ ദ മെയിൻ അഡ്വാൻറ്റേജസ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി. ഇനി അടുത്ത് ഡിസഡ്വാൻറ്റേജസ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി. ഫിനാൻസ് ലിമിറ്റഡ് ആണെന്ന് പറയുന്നത്, പിന്നെ എന്നാലും അത്ര ലിമിറ്റഡും അല്ല. ഒരു ഡിസഡ്വാൻറ്റേജ്, പ്രോപ്പർ ഡിസഡ്വാൻറ്റേജ് ആയിട്ട് പറയാനും പറ്റില്ല. പിന്നെ ഇതിൻ്റെ അകത്ത് കുറെ ആൾക്കാരുണ്ടാവുമല്ലോ, അപ്പോൾ നീ ചെയ്യും ഞാൻ ചെയ്യും എന്നൊരു റെസ്പോൺസിബിലിറ്റി ഷെയർ ചെയ്യുന്നതിൽ ചെറിയൊരു കോൺഫ്ലിക്ട്സ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഓക്കെ, ഇനി ഹയർ പോസ്റ്റിലെ ആൾക്കാർക്ക് വേണമെങ്കിൽ പേഴ്സണൽ അഡ്വാൻറ്റേജ് എടുക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ഇതിന്റെ കേസിൽ ഇനിഷ്യേറ്റീവ് കുറവായിരിക്കും. എല്ലാവരും അങ്ങനെ ഒരു പ്രോഫിറ്റിന് വേണ്ടിയിട്ടല്ലല്ലോ ചെയ്യുന്നത്, ഒരു സർവീസ് അല്ലേ. അപ്പോൾ സർവീസ് മെന്റാലിറ്റിയിലെ ആൾക്കാർ അല്ലാത്ത ആൾക്കാർ, പ്രോഫിറ്റ് മെന്റാലിറ്റിയിലെ ആൾക്കാരാണ് ഇതിന്റെ അംഗമാവുന്നെങ്കിൽ, മെമ്പർ ആവുന്നെങ്കിൽ ഇനിഷ്യേറ്റീവ് തീർച്ചയായിട്ടും കുറയും, സീക്രസി കുറവായിരിക്കും. ടൈപ്സ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി. കൺസ്യൂമർ കോപ്പറേറ്റീവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂപ്പർവൈസർ, ഡിപ്പാർട്ട്മെന്റൽ സ്റ്റോർസ്, അതായത് കൺസ്യൂമബിൾ ഐറ്റംസ് ആയിട്ട് ഡീൽ ചെയ്യുന്ന കോപ്പറേറ്റീവ്സ് നമ്മൾ കൺസ്യൂമർ കോപ്പറേറ്റീവ്സ് എന്ന് പറയുന്നു. അടുത്ത പ്രൊഡ്യൂസർ കോപ്പറേറ്റീവ്സ്, ഷുഗർ മിൽസ്, റൈസ്, ഡയറി മിൽക്ക് പ്രോഡക്ട്സ് ഇതൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് നമ്മൾ. അപ്പൊ അങ്ങനത്തെ സൊസൈറ്റി തുടങ്ങുകയാണെങ്കിൽ അതിനെ പ്രൊഡ്യൂസർ സൊസൈറ്റി കോപ്പറേറ്റീവ്സിൻ്റെ അകത്ത് വരുന്നതാണ്. കോപ്പറേറ്റീവ് ഫാമിംഗ്, അഗ്രികൾച്ചർ ഫാമിംഗ്, കുറെ ആൾക്കാർ ചേർന്നിട്ട് ഒരു സ്ഥലം എടുത്തിട്ട് അവിടെ കുറെ ആൾക്കാർ ചേർന്നിട്ട് ഫാമിംഗ് നടത്തുകയാണെങ്കിൽ ഒരു സ്ഥലത്ത്, അങ്ങനെ അതിനൊരു കോപ്പറേറ്റീവ് ഫാമിംഗ് എന്ന് പറയും. ഓക്കെ, ഇനി കോപ്പറേറ്റീവ് ഹൗസിംഗ്, അതായത് കുറെ ആൾക്കാർ ചേർന്നിട്ട് ഹൗസ് ബിൽഡ് ചെയ്തിട്ട് അത് വിൽക്കും. ഓക്കെ, അത് അഗെയിൻ
അതൊരു പ്രോഫിറ്റ് മാത്രം ഫോക്കസ് ചെയ്തിട്ട്, പ്രോഫിറ്റ് ആയിരിക്കില്ല അവിടെ മെയിൻ മോട്ടീവ്, സർവീസ് ആയിരിക്കും. ആൾക്കാർക്ക് കുറഞ്ഞ പ്രൈസിൽ ഹൗസും ഇതൊക്കെ അവൈലബിൾ ആക്കി കൊടുക്കുക. അപ്പൊ അങ്ങനെയാണെങ്കിൽ അത് കോപ്പറേറ്റീവ് ഹൗസിംഗിനകത്ത് വരും. കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റി, നമ്മളെ ഫിനാൻസ് ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്ക് ലോൺ കൊടുക്കുന്ന പരിപാടിയില്ല. അത് ഒരു പ്രോഫിറ്റ് ഓറിയന്റഡ് ആയിട്ടല്ല, എഗെയിൻ സർവീസ് ഓറിയന്റഡ് ആയിട്ട് ബുദ്ധിമുട്ടുള്ള ആൾക്കാരെ സഹായിക്കണം എന്ന ഒരു മനസ്ഥിതിയോട് കൂടി തുടങ്ങുന്ന ഇതാണ് കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റി. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ. അടുത്തത് നമുക്ക് ഓർഗനൈസേഷൻ സ്ട്രക്ചർ അടുത്ത വീഡിയോയിൽ നമുക്ക് പഠിക്കാം.